हरे कृष्णा रिधि देवी माता जी। हरे कृष्णा माधवी हरे कृष्ण। राधा माता जी। हरे कृष्णा कृष्ण कुमारी माता जी। हरे कृष्ണ ജ്ഞാനാംബിക മാതാ ജി. ഹരേ കൃഷ്ണ പത്മ മാതാ ജി. ഹരേ കൃഷ്ണ സബിത മാതാ ജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ജയോ രാധ മാധവ കുഞ്ച വിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയോ രാധ മാധവ കുഞ്ച വിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുനതിരവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപാന്തികം വന്ദേഹം ശ്രീഗുരോർ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥ് സാന്നിധം തം സജീവം സാദ്വൈതം സാവധൂതം ഹരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീവിശാഖാനുദാം ചാം. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം മംഗളംഗായതേ ഗിരിം യത്കൃപാതമം വന്ദേ ശ്രീഗുരു ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനി നമനേ നമാചാര്യായ പദാനിത്തായ കൃപാപ്രദായിനി ഗൗരഗദാ ദാമോദായ നഗരഗ്രാമധാരണേ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നമനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷാശൂന്യവാദി പാശ്ചാത്യദേശത്താരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നലെ നമ്മള് രാമായണ പാരായണം നടത്തിയപ്പോ അതിന്റെ ലാസ്റ്റ് നമ്മൾ ഇന്നലെ എല്ലാ പിതൃക്കന്മാർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. അവർക്ക് എത്രയും പെട്ടെന്ന് മോക്ഷം കിട്ടാനും അതുപോലെ തന്നെ ശരീരം കിട്ടാതെ നടക്കുന്നവരുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു ശരീരം കിട്ടി അവിടുന്ന് വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനും ഒക്കെ ആയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ഭഗവത്ഗീതയിലെ കർമ്മയോഗം ആണ്, മൂന്നാമത്തെ അധ്യായം കർമ്മയോഗമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കർമ്മയോഗത്തില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യേണ്ട കർമ്മങ്ങൾ അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ. അപ്പൊ എന്ത് കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പറ്റാത്തത്, കർമ്മങ്ങൾക്ക് എങ്ങനെ ദോഷമുണ്ടോ ഇല്ലയോ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങള്. പിന്നെ ഇതിന്റെ സമ്മറി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. BMW ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ബോഡി മൈൻഡ് വർക്ക് മനസ്സാ വാച കർമ്മണ എന്താണ് ഭഗവാന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ഭക്തിയുത സേവനം ചെയ്യുക. അതാണ് ഏറ്റവും ഉയർന്ന കർമ്മം, ഏറ്റവും വലിയ കർമ്മം. ഫലകാംക്ഷ ഇല്ലാത്ത കർമ്മം അല്ലെങ്കിൽ നിഷ്കാമ കർമ്മം, പിന്നെ അകർമ്മം എന്നൊക്കെ പറയുന്ന ആ കർമ്മം, അതാണ് ചെയ്യേണ്ടത് ശരിക്കുള്ള കർമ്മം എന്നും നമ്മൾ സമ്മറിയിൽ മനസ്സിലാക്കി. ഇനി ഭഗവാൻ പറഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അർജുനൻ ചോദിച്ച ചോദ്യമായിരുന്നു ആദ്യം അല്ലേ. അപ്പം ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ 3 ശ്ലോകമാണ് കർമ്മയോഗത്തിൽ എടുത്തിരുന്നത്. ഹരേ കൃഷ്ണ. സബിത മാതാജി നാട്ടിൽ ആണോ അതോ തിരിച്ചെത്തിയോ? മാതാജി കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. കേൾക്കുന്നുണ്ട് പ്രഭു. അത് കണക്ഷന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഞാൻ നാട്ടിലാണ് പ്രഭു. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നെറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ട് ആ എല്ലായിടവും. ഇടയ്ക്ക് ഇന്നലെ മാതാജി ഔട്ടായി പോയി, പിന്നെ കണ്ടുമില്ല. പിന്നെ കണക്ട് ആവുന്നില്ലായിരുന്നു എനിക്ക്. ഓക്കെ.
ഇവിടെയും ഭയങ്കര എല്ലായിടവും കാറ്റും മഴയൊക്കെയാ പ്രഭു. എല്ലായിടവും മഴയാണ്, തണുത്ത് വിറങ്ങലിച്ചിരിക്കുക. കറണ്ടൊന്നും ഇല്ല, പോസ്റ്റ് എല്ലാം ഒടിഞ്ഞ ഈ ഇവിടെ തന്നെ 10-24 പോസ്റ്റ് ഒടിഞ്ഞെന്നൊക്കെ പറയുന്നത് കേട്ടോ ഈ ചെർക്കളവിൽ. ഭയങ്കര പ്രശ്നമാണ്. ഹരേ കൃഷ്ണ. ഇവിടെയാണ് ചൂട് കാരണം സഹിക്കാൻ വയ്യ. സന്ധ്യക്ക് ഒന്നും മനുഷ്യന്റെ പുറത്തിറങ്ങാൻ സ്വഭാവം പറ്റത്തില്ല. സന്ധ്യ കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞും പുറത്തിറങ്ങാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്. തണുപ്പിന്റെ വയ്യ, എന്താ തണുപ്പാ. ഭയങ്കര തണുപ്പായി. അതെയല്ലേ. എനിക്കാണെങ്കിൽ എന്റെ ശരീരത്തിന് ഒട്ടും പറ്റുന്നില്ല. തണുപ്പല്ലേ. എനിക്ക് തണുപ്പ് 2 ദിവസം കൊണ്ട് ഇങ്ങനെ ശരീരം. അതിന്റെ കൂടെ ഇന്നലെ ബലിയിടാൻ പോയി, ആറ്റിലൊന്ന് മുങ്ങി. ഇപ്പൊ എനിക്കൊന്നും ഒട്ടും വയ്യ. ശരീരം മൊത്തം അങ്ങ് തണുത്ത്. ഹരേ കൃഷ്ണ. അപ്പം നാട്ടിലെ മഴയും ഒക്കെ കുറഞ്ഞ് ഇപ്പൊ ഞായറാഴ്ച നമ്മളുടെ രഥയാത്ര നടക്കുകയാണ് ഏറ്റുമാനൂര്. അപ്പം പോകാൻ പറ്റുന്നവരെല്ലാം തന്നെ അവിടെ പങ്കെടുക്കുക. ഞാൻ എത്തിച്ചേരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം എന്തോ ഭഗവാന്റെ നിശ്ചയം അങ്ങനെ അല്ല എന്നാണ് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നവംബറിൽ എനിക്കൊന്ന് വരണമെന്നുണ്ട്. നവംബറിൽ ഒരു കല്യാണമുണ്ട്, അപ്പൊ 2 പേരും കൂടെ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ജോലിയുടെ ഒക്കെ ഒരു ഇതൊക്കെ ആയിട്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട്, അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, ഭഗവാൻ മാത്രമേ അറിയുള്ളൂ. അപ്പം ഞാൻ വരുന്നില്ലെങ്കിലും നിങ്ങൾ നാട്ടിലുള്ളവരെല്ലാം കഴിവതും കൂടാൻ പറ്റുന്നവരൊക്കെ പോയി സഹകരിക്കണം. ജഗന്നാഥ് പിന്നെ നമ്മൾ എല്ലായിടത്തും പബ്ലിസിറ്റി ചെയ്യാം. നമ്മൾ കാര്യം കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ ജഗന്നാഥിനെ പറ്റി. നമ്മുടെ നാട്ടിലുള്ളവർക്ക് ആർക്കും അറിയത്തില്ല ആ രൂപം എന്താണ്, ഒന്നും അറിയത്തില്ല. തീരെ ഇഗ്നോറൻസ് ആണ് നാട്ടിലുള്ളവർ. പ്രത്യേകിച്ച് വിദേശികൾക്കൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. നമ്മുടെ നാട്ടിലുള്ളവർ ആരാണ് ജഗന്നാഥ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇതെന്താണ് ഈ രൂപം അറിയില്ല. എവിടെയാണ് ജഗന്നാഥപുരി അതറിയില്ല. രഥയാത്ര എന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നാട്ടിലെല്ലാം ജഗന്നാഥ് എല്ലായിടത്തും ജഗന്നാഥന്റെ രഥം എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് അന്നത്തെ ദിവസം പ്രത്യേകിച്ച് മഴയൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് 3 പ്രാവശ്യം പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജഗന്നാഥ സ്വാമി നയന പദഗാമി ഭവതു മേ. ഹരേ കൃഷ്ണ. നമ്മള് കർമ്മയോഗത്തിലേക്ക് വീണ്ടും കിടക്കാണ്. 4-ാമത്തെ ശ്ലോകം. അപ്പം നമ്മൾ 3 വരെയുള്ള ശ്ലോകങ്ങളിൽ എന്താണ് എടുത്തതെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ എടുത്തു വെക്കാം. അപ്പൊ 2 ചോദ്യങ്ങളിൽ ഭഗവാനോട് അർജുനൻ ചോദിച്ചു. അപ്പം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നതാണ് 3-ാമത്തെ ശ്ലോകത്തിൽ കണ്ടത്. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയാണ്, ഹേ ജനാർദ്ദന, അല്ലയോ കേശവ, ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നതെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. വളരെ നല്ലൊരു ചെക്ക് പോയിന്റ് ഇട്ട് കൊടുത്തു ഭഗവാൻ അല്ലേ. ഇതൊരു ഫലകാംക്ഷ പോലെ അല്ലേ ശരിക്കും പറഞ്ഞ ഈ യുദ്ധം അല്ലേ. നമ്മൾ കണ്ടല്ലോ, ആ യുദ്ധം ചെയ്താൽ എന്താണ് ഫലം, ചെയ്തില്ലെങ്കിൽ എന്താണ് ഫലം. അപ്പോഴത്തേനൊക്കെ ഒരു ഫലകാംക്ഷാ കർമ്മം പോലെ തോന്നി. ക്ഷത്രിയർ എല്ലാം തന്നെ രജോ ഗുണത്തിലാണ്. രജോ ഗുണം എന്ന് പറഞ്ഞാൽ ഫലകാംക്ഷയാണ്. അപ്പം നീ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്താണ്, ദ്വയാർത്ഥങ്ങളുള്ള, രണ്ടാമത്തെ എന്താ, ദ്വയാർത്ഥ്യങ്ങളുള്ള ഉപദേശങ്ങൾ അങ്ങന്റെ ബുദ്ധിയെ അമ്പരിപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും ശ്രേയസ്കരം എന്താണെന്ന് മാത്രം പറഞ്ഞു തരൂ. കാര്യം 2 മീനിങ് ആണ് പറയുന്നത് അല്ലേ. അവിടെ അങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോ പുറത്തേക്ക് പോകുമ്പോൾ വേറെ രീതിയിൽ മാറ്റി പറയാം. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അർജുനൻ തുറന്നു പറയുന്നുണ്ട്, നമ്മളെ പോലെ തന്നെ അല്ലേ. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, പാപരഹിതനായ അർജുന. അപ്പൊ അർജുനൻ എങ്ങനെയാണ് പാപരഹിതനായത് എന്ന് നമ്മൾ കണ്ടു. കുറെ കഥകൾ കണ്ടു. ആരുടെയൊക്കെ കഥകളാണ് പറഞ്ഞത്? കുറേ മഹാഭാരതത്തിലെ കഥ പറഞ്ഞു. ആർക്കും ഓർമ്മ കാണത്തില്ലായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണെങ്കിലും. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവോ? മാതാജി പറയുന്നത് കേൾക്കുന്നില്ല. മാതാജി മ്യൂട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിലുള്ളവർക്ക് ഏത് കഥ പറഞ്ഞായിട്ട് ഓർമ്മ? ആരും ഇല്ലായിരുന്നോ? അതോ ഭൗതിക ശരീരം മാത്രം ഇവിടെ ഇരുന്നു, ആത്മാവ് വേറെ എവിടെയോ ആയിരുന്നു എന്ന് തോന്നുന്നല്ലേ. നമ്മള്
സഹസ്ര കവചന്റെ കഥ പറഞ്ഞു. കർണൻ, അർജുനൻ, ഉത്തര, അങ്ങനെ അങ്ങനെ കുറേ ഇത് കടന്നു. ഉർവശി, മേനക, അങ്ങനെയൊക്കെ പോയി കുറെ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അർജുനൻ പാപരഹിതനാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയതാണ്. അങ്ങനെ തത്വജ്ഞാനപരവും അനുഭവപാത്രവുമായി ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവ്വം സേവനമനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ രണ്ട് കൂട്ടരുണ്ട്. ആത്മസാക്ഷാത്കാരം നേടാൻ രണ്ട് കൂട്ടരാണ്. ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുകയാണ്, ഞാൻ മുൻപ് പറഞ്ഞുവല്ലോ. അവ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞു. ചിലരൊക്കെ എന്താണ്, ഊഹാപോഹങ്ങൾ കൊണ്ടാണ് ചിലര് ഭക്തിയുത സേവനം നടത്തുന്നത്. മറ്റു ചിലർ പറഞ്ഞു ഊഹാപോഹങ്ങൾ. ചിലരെന്താണ്, ഭക്തിപൂർവ്വം തന്നെ സേവനം അനുഷ്ഠിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രണ്ട് കൂട്ടരെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഇനി അടുത്ത 4-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കിടക്കുവാണ്. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 3, കർമ്മയോഗം. ശ്ലോകം 4. ന കർമ്മണമനാരംഭാ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്യസനാദേവാ സിദ്ധിം സമധിഗച്ഛതി. ന കർമ്മണമനാരംഭാ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്യാസനാദേവാ സിദ്ധിം സമധിഗച്ഛതി. ന കർമ്മണമനാരംഭാ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്യസനാസ്തേവാ സിദ്ധിം സമധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. ന കർമ്മണമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഷിബി മാതാജി. ഹരേ കൃഷ്ണ. ന കർമ്മണാം അനാരംഭൻ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാധവി രാധാ മാതാജി, എനിക്ക് തോന്നുന്നു 4-5 മാസങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു മാതാജി വന്നത്. വീണ്ടും സ്വാഗതം. മാതാജി ശ്ലോകം വായിക്കാമോ? മൈക്ക് ഓഫാണ്. പൂർണ്ണമായി. നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കർമ്മണാരംഭാ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്യാസനാദേ സിദ്ധിം സമധിഗച്ഛതി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പതാനുപത തർജ്ജിമ. കേട്ടോ? ഹരേ കൃഷ്ണ. മാതാജി എന്തായിരുന്നു, എന്ത് പറ്റിയായിരുന്നു ഇത്രയും നാളും? സൂമിന്റെ പ്രശ്നമായിരുന്നോ മൊബൈലിന്? ഇന്നിപ്പോ എനിക്ക് കിട്ടി. കഴിഞ്ഞാഴ്ചയൊന്നും കിട്ടിയില്ലായിരുന്നു. പ്രഭുജിയുടെ അത് മാത്രമേ കിട്ടുള്ളൂ, വേറെ ആര് വന്നാലും കിട്ടും. എന്ത് ചെയ്യാൻ പറ്റും? ഇന്നെനിക്ക് കിട്ടി. അതെ അല്ലേ? ഹരി പോൽ. നമുക്ക് ഭഗവാനോട് നന്ദി പറയാം. അപ്പം മാതാജിയെ വീണ്ടും കാണാൻ സാധിച്ചതിൽ സന്തോഷം. ഒരുപാട് അപ്പം മാതാജി രാമായണമൊക്കെ ഒരുപാട് വായിക്കുന്നുണ്ടായിരുന്നു ആഴ്ചയായി വിചാരിക്കുന്നു. കിട്ടിയിട്ട്. നമ്മൾ എല്ലാ ദിവസവും രാമായണം വായനയൊക്കെ ഉണ്ടായിരുന്നു. വായിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഓൺലൈനിൽ വായിക്കുന്നുണ്ടായിരുന്നു. അയ്യടാ. മാതാജി ഗ്രൂപ്പിലെ മെസ്സേജ് ഒന്നും കാണുന്നില്ല? ബുധനും വെള്ളി അല്ലാത്ത ദിവസങ്ങളിൽ ഇല്ല. ബുധനും വെള്ളി അല്ലാത്ത ദിവസങ്ങളിൽ 9:15 മുതൽ 10:15 വരെ ഈ സൂമിൽ തന്നെയാ പ്രഭുജി? അത് വേറെ ലിങ്കാണ്. ഈ അതെല്ലാ സൂമിൽ ദിവസവും തന്നെ ഇടാറുണ്ട്. വേറെ ലിങ്ക് ആണല്ലേ? എല്ലാ ദിവസവും ലിങ്ക് ഇടാറുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറിയാൽ മതി. ഹരേ കൃഷ്ണ. അപ്പം ശ്രീലപ്രഭാതരുടെ പദാനുപത തർജ്ജമ. കർമ്മണാം നിയത കർത്തവ്യങ്ങളെ അനാരംഭാത് അനുഷ്ഠിക്കിയാൽ പുരുഷൻ നൈഷ്കർമ്മ്യത്തെ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നുള്ള മോചനത്തെ ന അശ്നുതയെ പ്രാപിക്കുന്നില്ല. സന്യസനാദ് ഏവ ത്യാഗം കൊണ്ട് മാത്രം സിദ്ധിയും വിജയത്തെ ന സമധിഗച്ഛതി ച പ്രാപിക്കുന്നുമില്ല. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ്. ജയ ശ്രീലപ്രഭുപാദ്. കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്നും മുക്തരാവുന്നില്ല.
സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്നാ ഒരു കാര്യം ചെയ്യും, എന്ത് കർമ്മം ചെയ്താലും അതിന്റെ ഫലം ഉണ്ടല്ലേ. എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് കേട്ടിട്ടുണ്ട്. ഏത് കർമ്മം ചെയ്താലും, നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലം, മോശം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ മോശം ഫലം. അപ്പൊ പിന്നെ അങ്ങനെയാണ് കർമ്മം ചെയ്യാതിരുന്നാലോ? കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് കർമ്മഫലം ഉണ്ടാവില്ലേ എന്നൊരു സംശയം അല്ലേ. ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ കൂടി അങ്ങ് സന്യാസത്തിന് പോയാലോ? ഒരു കർമ്മവും ചെയ്യണ്ട അല്ലേ, വെറുതെ ഇരുന്ന് അങ്ങ് സന്യസിച്ച് അങ്ങ് കാട്ടിലോ വനാന്തരങ്ങളിലൊക്കെ പോയിരുന്ന് സന്യസിച്ച് അങ്ങ് ഇരുന്നാലോ? എന്താ വല്ലോ വന്യമൃഗങ്ങൾ ശാപ്പിട്ട് നമ്മൾ അവരുടെ വിസർജ്യമായിട്ട് പോകും അല്ലേ. അപ്പം ഈ കലിയുഗത്തില് നമുക്ക് സന്യാസം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളൊരു സിനിമയിൽ വളരെ നല്ല രീതിയിൽ ശ്രീനിവാസന്റെ കാര്യം ചിന്താവിഷ്ടയായ ശ്യാമളയിൽ അവതരിപ്പിച്ചല്ലേ. നമ്മളുടെ കലിയുഗത്തിൽ നമ്മളുടെ കർമ്മങ്ങളെല്ലാം ആ ആ സന്യാസിയായി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചൊവ്വേ നമുക്ക് സന്യാസം ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. നേരെ ചൊവ്വേ നമുക്ക് സന്യാസം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അല്ലേ. അപ്പൊ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് ഉചിതമായത്, എന്താണ് ഉചിതമല്ലാത്തത് എന്നൊക്കെ അർജുനൻ ചോദിച്ച പോലെ നമുക്ക് ഭഗവാനോട് തന്നെ ചോദിക്കാം അല്ലേ. അപ്പൊ കർമ്മം ചെയ്യാതിരുന്നുകൊണ്ട് വെറുതെ നമ്മൾ ഒരു കർമ്മവും നമ്മൾ കൈകൊണ്ട് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്തിട്ടില്ല എങ്കിലും നമ്മളുടെ മനസ്സ് കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ എപ്പോഴും അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് യാത്ര ചെയ്തില്ലെങ്കിൽ നമ്മുടെ മനസ്സ് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ ഒരുപാട് വ്യക്തിത്വങ്ങളെ കാണും. നമ്മൾ അതിലെ ചില വ്യക്തികളെ നല്ലതായിട്ട് കാണും, ചില വ്യക്തികളെ മോശമായിട്ട് കാണും. അങ്ങനെ മനസ്സുകൊണ്ട് ചെയ്യുന്നത് പോലും കർമ്മങ്ങളാണ് അല്ലെ. അതിനും പ്രതിപ്രവർത്തനങ്ങളുണ്ട്. നമ്മൾ കർമ്മ കൈകൊണ്ട് ചെയ്തില്ലെങ്കിലും, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോ ഒരു ആ, ഉദാഹരണം മാത്രമാണ്. ഞാനിപ്പോ ഒരു കൊലപാതകത്തിന് ഇത് ചെയ്തു, സൂത്രധാരണം ചെയ്തു ഇവിടെ ഇരുന്നുകൊണ്ട് അല്ലേ. അങ്ങനെ സൂത്രധാരണം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റ് 2-3 പേരെ കൊണ്ട് ഞാൻ അത് ചെയ്യിപ്പിച്ചു. അപ്പൊ ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ ആയുധം ഉപയോഗിച്ചോ വധിച്ചോ കൊലപാതകം നടത്തിയോ ഇല്ലേ. പക്ഷെ ആ വധിച്ച ആൾക്കാണോ എനിക്കാണോ കൂടുതൽ കർമ്മഫലം കിട്ടുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ ഇരുന്ന് പ്ലാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിൽ സൂത്രധാരനാണ് ഇത്. പ്ലാനിങ്, ആരാണോ അതിനെ പ്രേരിപ്പിച്ച അവർക്കാണ് അതിലാണ് അതിന് കൂടുതൽ. മാർക്ക് ഗ്രേഡ് കൂടുതൽ. മറ്റവർക്ക് വളരെ തുച്ഛമായ അത് ആ ജോലി ചെയ്തു അതിന്റെ വേതനം പറ്റിയവർക്ക് എന്താണ് അവരവരുടെ ഒരു കർമ്മമായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫലം കുറവായിരിക്കും. ഇത് പ്ലാൻ ചെയ്ത ആൾക്കായിരിക്കും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, മറ്റുള്ള പ്രവൃത്തി കൊണ്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ്. മനസ്സിൽ ഒരാളെ പറ്റി ദ്വേഷിച്ചാൽ തന്നെ, ഒരാളെ പറ്റി വിദ്വേഷം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഒരാളെ പറ്റി മോശമായിട്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ, ഒരാളെ പറ്റി അപ്പോൾ ഒക്കെ തന്നെ അതിന്റെ ആ പ്രതിപ്രവർത്തനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരാളെ പറ്റി നമ്മൾ മോശമായിട്ട് വിചാരിക്കാൻ പോലും പാടില്ല മനസ്സുകൊണ്ട്. അതെല്ലാം കർമ്മമാണ്. അപ്പൊ എന്നാ കർമ്മം ചെയ്യാതിരുന്നാൽ പോരെ, ഒന്നും വിചാരിക്കാതെ സന്യാസത്തിന് പോയാൽ മതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്യാസം കലിയുഗത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെയാണ് നമുക്ക് ഭാവാർത്ഥം വായിച്ചു നോക്കാം. ഭാവാർത്ഥം വായിക്കുന്നത് രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥം. തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റി സംശുദ്ധനായിട്ട് വേണം സന്യാസം സ്വീകരിക്കുവാൻ. ഭൗതിക ചിന്താവ്യഗ്രരായ മനുഷ്യരുടെ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവയാണ് ആ കർമ്മങ്ങൾ. ഈ ശുദ്ധീകരണം കൂടാതെ പെട്ടെന്ന് ചതുർദാശ്രമം സന്യാസം സ്വീകരിക്കുന്നവർക്ക് അതിൽ വിജയം വരിക്കുവാൻ സാധ്യമല്ല. സന്യാസം സ്വീകരിക്കുക അഥവാ ഫലോദിഷ്ട കർമ്മങ്ങളിൽ നിന്ന് പിന്മാറുക എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് പെട്ടെന്ന് നാരായണന് തുല്യനാവാമെന്നാണ് ചില തത്വചിന്തകന്മാരുടെ അഭിപ്രായം. ഭഗവാൻ കൃഷ്ണൻ ഈ സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല. ഹൃദയശുദ്ധി ഇല്ലാത്ത സന്യാസം കേവലം സാമൂഹ്യ മര്യാദയുടെ ലംഘനം മാത്രമത്രേ. മറിച്ച് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കാതെ തന്നെ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ബുദ്ധിയോഗം. അതിനുവേണ്ടി അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് എത്ര തന്നെ തുച്ഛമായിരുന്നാലും ശരി, ഭഗവാൻ അത് സ്വീകാര്യമായിരിക്കും. സ്വൽപമൽപസ്യ ധർമ്മസ്യ
ത്രായതേ മഹതോ ഭയാത്. ആ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു ചെറു കൃത്യവും കടുത്ത വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകമാകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ എന്താണ് കണ്ടത്? ആം, അങ്ങനെ നമ്മളുടെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, സന്യാസത്തിന്റെ സ്റ്റേജ്. നമ്മളുടെ ആ 4 ആശ്രമങ്ങൾ ഏതൊക്കെയായിരുന്നു? ആർക്കാ പറയാൻ പറ്റും 4 ആശ്രമങ്ങളെ പറ്റി? ഗൃഹസ്ഥാശ്രമം, മാനപ്രസ്ഥം, സന്യാസം. അല്ലല്ലോ, 4 ഉണ്ട്. ബാല്യം, കൗമാരം, ബാല്യം, കൗമാരം, യൗവനം, അല്ലല്ലല്ല. ബാല്യം, ബ്രഹ്മചര്യം, വർണ്ണാശ്രമങ്ങളല്ലേ? ബ്രഹ്മചര്യം, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. വാനപ്രസ്ഥം, സന്യാസം. വേദങ്ങളില് ഈ പറഞ്ഞ 4 ആശ്രമങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലേ? ഒരാള് അന്നത്തെ കാലത്തൊക്കെ ചെയ്തുകൊണ്ട് ഈ 4 ആശ്രമങ്ങൾ 10-25 വയസ്സ് വരെ എന്തായിരുന്നു? ബ്രഹ്മചര്യം. അത് ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് പഠിക്കുന്നു. ഗൃഹസ്ഥാശ്രമം, ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുക പൂർണ്ണമായിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു 50 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? വാനപ്രസ്ഥം. വാനപ്രസ്ഥം, അപ്പൊ അതുകൊണ്ട് ഹിന്ദിയിൽ വാനപ്രസ്ഥം. 50-ന് പറയുന്നത് എന്താണ്? വാ- വാനപ്രസ്ഥം. 50 അല്ലേ? അത് കഴിഞ്ഞിട്ട് 51-ന് പറയുന്നത് എന്താ? സന്യാസം, ഇക്കാവൻ. സന്യാസം, വനത്തിലേക്ക് പോവും. ഇക്കാവൻ. വൻ ഉണ്ടല്ലോ അവിടെ. ഇക്കാവൻ. ഇക്കാവൻ, ബാവൻ. അപ്പൊ അതെല്ലാം മുഴുവനും വനത്തിലേക്ക് പൊക്കോ. ഇനി മതി ഇവിടെ. 50 വയസ്സ് വരെ ഗൃഹസ്ഥാശ്രമിയായി ഇനി വനത്തിലേക്ക് പോവുക. അതിന്റെ കർമ്മങ്ങളെല്ലാം അവിടെ അങ്ങോട്ട് തീർത്തിട്ട് വാനപ്രസ്ഥം പോവും. വാനപ്രസ്ഥത്തിൽ ഇരുന്ന് നമ്മൾ ധ്യാനിച്ച് നമ്മൾ ഒരുപാട് നമ്മൾ ഇത്രയും ചെയ്ത കർമ്മങ്ങളെല്ലാം ഒടുക്കി കഴിയുന്ന സമയത്ത് സന്യാസ ആശ്രമത്തിലേക്ക് പോകാനുള്ള പക്വത നമ്മൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു 70-75 വയസ്സാകുമ്പോഴത്തേനും സന്യാസം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ധ്യാനത്തിൽ ഇരുന്ന് തന്നെ ജീവൻ ഒരുപക്ഷെ പോകുമായിരിക്കും അല്ലേ? അപ്പൊ അതായിരുന്നു പ്രോസസ്സ് അല്ല. നമ്മൾ ഈ പറഞ്ഞ ഈ കർമ്മകാണ്ഡയിൽ കൂടെ പോകുന്ന ലെവലാണത്. കർമ്മകാണ്ഡ, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മകാണ്ഡയിൽ മോക്ഷത്തിലേക്കുള്ള മാർഗം ഈ ഒരു പ്രോസസ്സിൽ കൂടെയാണ് പോകുന്നത്. എന്താണ്? ബ്രഹ്മചര്യം, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. സന്യാസം. ഇങ്ങനെ സന്യാസം. 2-3 പേര് വാനപ്രസ്ഥത്തിന് പോയ കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ? ധൃതരാഷ്ട്രവും കുന്തിയും അവരെല്ലാരും കൂടി വിതുരന്റെ ഉപദേശപ്രകാരം വാനപ്രസ്ഥത്തിന് പോകുന്ന കണ്ടു. പിന്നെ വാനപ്രസ്ഥത്തിൽ ഇരുന്ന ഒരു രാജാവിന് ഇതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ഗുരു തന്നെ ശപിച്ച ഒരു വിവരം അറിയാം. അതാരാണെന്ന് പറയാമോ? കൈപൊക്കുക. ധൃതരാഷ്ട്രം പോയല്ല വാനപ്രസ്ഥം. പോയി. കുന്തി ദേവി എല്ലാരും പോയി, ഗാന്ധാരിയൊക്കെ. അതാണ് ഗാന്ധാരി എല്ലാരും പോയല്ല. അവര് ഇങ്ങനെ മരിച്ചു തീയില് തീ പൊട്ടല് വന്നിട്ടാണ്, കാട്ടുതീ വന്നിട്ട്. കാട്ടുതീയിലാണ് അവർ രണ്ടുപേരും മരിച്ചത്. അതെ. ചിലപ്പോ ചില മൃഗങ്ങളൊക്കെ പിടിച്ച് കഴിക്കും. അത് പ്രഭുജി, എനിക്ക് ശ്ലോകം ഒന്ന് പറഞ്ഞു തരണം പ്രഭുജി. എനിക്ക് ഫോൺ ഇടയ്ക്ക് അങ്ങ് സ്റ്റെപ്പായി പോയി. ഏതൊന്നും അറിയാൻ വയ്യ. 4-ാമത്തെ ശ്ലോകമാണ് മാതാജി, 3-ാമത്തെ അധ്യായത്തിൽ. 3-ാമത്തേല് 4-ാമത്തെ ശ്ലോകം. അതെ. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് കണ്ടത്? ഈ പറയുന്ന 2-3 വ്യക്തികൾ പോയവരുടെ കാര്യം ഞാനൊരു വ്യക്തി ഒരു ശാപം കിട്ടി. ഒരു വാനപ്രസ്ഥത്തിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഒരു 10,000 തവണ പറഞ്ഞിട്ടുള്ള കഥയാണത്. ഒരു മോക്ഷകഥയാണത്. ഏത് മോക്ഷമാണ്? കഷ്ടം ഭവാനെയൊരു പാണ്ഡ്യൻ ഭജിച്ചളവനസ്തേന നീപദ ശപിപ്പിച്ചതെന്തെനിഹ നക്രേണ കാക്കത കടിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ല ഹരിനാരായണായ നമാം. ആരായിരുന്നു? ഇന്ദ്രദ്യുമ്ന മഹാരാജാവ്. ഇന്ദ്രദ്യുമ്ന മഹാരാജാവായിരുന്നു വാനപ്രസ്ഥം ഏറ്റെടുത്ത് വനത്തിൽ പോയിരുന്ന് ഭഗവാനെ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് രാജകർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി വന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു എന്താണ് അദ്ദേഹത്തിന്റെ ഗുരു ആഗതനായത്. ഗുരു ആഗതൻ അറിഞ്ഞില്ല. അല്ല, അഗസ്ത്യമുനിയാണ്. അഗസ്ത്യമുനി കേട്ടിട്ടില്ലേ? ഞാൻ കഷ്ടം ഭവാനെ ഒരു പാണ്ഡ്യൻ ഭജിച്ചു, അഗസ്ത്യേന നീ ബദ ശപിപ്പിച്ചു. ഭഗവാനെ ഒരു പാണ്ഡ്യരാജാവ്. ആരാണ് ആ പാണ്ഡ്യരാജാവ്? ഇന്ദ്രദ്യുമ്ന മഹാരാജാവ്.
അഗസ്ത്യനെ നീ ബത ശപിപ്പിച്ചത് എന്തിനിഹ, നീ എന്തിനാണ് ഇങ്ങനെ ഒരു ശാപം കൊടുത്തത്? എന്നിട്ട് എന്ത് ചെയ്തു? അവസാനം എന്ത് ചെയ്തു? നക്രേണ കാൽക്കഥ കടിപ്പിച്ചു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ആനയാക്കി ആനയുടെ കാലില് ഒരു മുതലയെ വിട്ട് നീ കടിപ്പിച്ചു. മുതലേ ഇതൊക്കെ പഠിപ്പിച്ചു. ഓർക്കാൻ പോലും സാധിക്കത്തില്ല നീ ചെയ്ത കാര്യങ്ങളൊന്നും എന്നാണ് പറയുന്നത് അല്ലേ? ആര് പറയുന്നത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഇതിൽ പറയുന്നത് ജ്ഞാനപ്പാനയില്. ഇത്ര നല്ല ഇതിലാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ ഹരിനാമകീർത്തനം. അല്ല പ്രഭുജി, ഹരിനാമകീർത്തത്തിൽ. ഹരിനാമ കീർത്തനത്തില് നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. നമ്മൾ സാധാരണഗതിയിലുള്ള ഒരാൾ വായിച്ചു വെച്ച് എന്താണ് ഈ നക്രം, കാൽക്കഥ കടിപ്പിച്ചു, എന്തൊക്കെയോ പറയുന്നു. ഞാനും അങ്ങനെയാ വിചാരിച്ചിരുന്നത് ആദ്യം കേട്ടപ്പം. ഈ ക്ഷേത്രത്തിലൊക്കെ ഈ രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോഴേ ഈ ഹരിനാമ കീർത്തനമൊക്കെ കേൾക്കുമ്പോഴത്തേനും പാശവും വടിയുമായി കൊണ്ട ജാമിളനെ, എന്താണ് ഈ വടിയും ഇതൊക്കെ? ജാമിളനോ ആരൊക്കെയാണെന്ന് ഞാൻ അന്ന് വിചാരിച്ചിരുന്നു. ഇതൊക്കെ എന്തൊക്കെയായി പറയുന്നത്? അത് കഴിഞ്ഞ് പിന്നെ മനസ്സിലായി ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു സംഗ്രഹമായിട്ട് പറയുകയാണ് കാര്യങ്ങളല്ല അല്ലെ? ഭാഗവതം, ഭഗവത്ഗീത എന്നിൽ നിന്നൊക്കെ എടുത്തിട്ട് സംഗ്രഹമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഹരിനാമ കീർത്തനം. അപ്പൊ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ആ വാനപ്രസ്ഥത്തിന് പോയ രാജാവ് ഇന്ദ്രദ്യുമ്ന മഹാരാജാവ്. അപ്പം മനുഷ്യരുടെ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന കർമ്മങ്ങൾ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 4 ആശ്രമങ്ങളും എല്ലാം. അപ്പൊ അങ്ങനെ സന്യാസം സ്വീകരിക്കുന്നവർക്ക് അതിൽ വിജയം വരിക്കാൻ സാധ്യമല്ല. നമുക്ക് ഡയറക്റ്റ്ലി സന്യാസം സ്വീകരിക്കാനായിട്ട് സാധ്യമാണോ? അങ്ങനെ ഡയറക്റ്റ്ലി സ്വീകരിക്കുന്നവർക്ക് ഇതൊന്നും വിജയപൂർത്തിയാക്കാനായിട്ട് സാധിക്കത്തില്ല. അവർക്ക് ഏകാഗ്രത കിട്ടണ്ടേ? ഈ പറഞ്ഞ ഓരോ ബ്രഹ്മചര്യം 25 വർഷക്കാലം നമ്മൾ ആ ബ്രഹ്മചര്യത്തിന്റെ ഇതെല്ലാം അറിഞ്ഞു. ഓക്കെ, ആ ബ്രഹ്മചര്യത്തിന്റെ സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഒരു കുടുംബമൊക്കെ ആകാം എന്ന് തോന്നിക്കഴിയുമ്പോൾ അവിടെ ഒരു ഒരു വിവാഹമായി, അത് കഴിഞ്ഞ് കുട്ടികളായി, അത് കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പീരായി കഴിഞ്ഞ് അവർക്ക് ജോലിയിലെത്തി, അവര് സ്വന്തം കാലിൽ നിൽക്കാറായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിതാവ് അവരെ വീടിന്റെ ഭാരം, കുടുംബത്തിന്റെ ഭാരം ഏൽപ്പിച്ചിട്ട് പിതാവും മാതാവും കൂടി ഇറങ്ങുകയായി വാനപ്രസ്ഥത്തിന്. ഇക്കാവൻ 50 കഴിയുമ്പോ തന്നെ നേരെ വനത്തിലേക്ക് പോവാണ് അല്ലെ? അവരെല്ലാം ഭാരങ്ങൾ. നമ്മളിപ്പോ എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്നൊരു അമ്മയുടെ ഒരു കാര്യം പറഞ്ഞില്ല, ഒരു ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരുന്ന 85 വയസ്സായ ഒരു അമ്മയുടെ കാര്യം അല്ലെ? ഭഗവാൻ വന്ന് പറഞ്ഞു നീ പോരെന്ന് പറഞ്ഞു. തിരുമേനിയാണ് അശരീരിയായിട്ട് പറഞ്ഞെങ്കിലും അവരെന്ത് ചെയ്തു? അവർ പിന്നീട് ആ ക്ഷേത്രത്തിലേക്ക് പോയില്ല. എങ്ങാനും മോക്ഷം കിട്ടിയില്ല. എനിക്ക് എന്റെ കൊച്ചുമക്കൾക്കൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് വേറെ ആരും വീട്ടിലില്ല അല്ലെ, എനിക്ക് ഇപ്പൊ പോകാൻ സമയം. അതുവരെ ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എങ്ങനെയെങ്കിലും എന്നെ ഈ ദുരിതക്കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എങ്ങനെയെങ്കിലും ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ആർത്തലച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ത്രീക്ക് ഭഗവാൻ വന്ന് ഓക്കെ, എന്നാ നിങ്ങൾ വായുകുണ്ഡത്തിലേക്ക് നാളെ പോരൂ, നാളെ ഒരു 8 മണിയാകുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ എത്തുക, നാളെ നമുക്ക് നേരെ വൈകുണ്ഠത്തിലേക്ക് പോകാം എന്നൊരു അശരീരി കേട്ടു. ഭഗവാനാണെന്ന് തന്നെ വിചാരിച്ചു. ഭഗവാന്റെ ആണെന്ന് ധരിപ്പിക്കാൻ വേണ്ടി തിരുമേനി മറഞ്ഞിരുന്ന് ചെയ്ത പരിപാടിയാണ്. അവസാനം അവർക്ക് പോകാനായിട്ട് അവർക്ക് മനസ്സില്ല. നമ്മൾ തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിൽ പോലും നമുക്ക് ഈ ശരീരത്തെ വിട്ടു പോകാനായിട്ട് നമുക്ക് മനസ്സുണ്ടാകില്ല. അത്രയ്ക്ക് നമ്മൾ ഈ ബോഡിയായിട്ട് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഇവിടുന്ന് വിട്ടു പോകാനായിട്ട് സാധിക്കും. ഞാൻ ഈ ശരീരമാണെന്ന് അങ്ങ് ഉറച്ചു വിശ്വസിച്ചു, ഞാൻ ഈ ശരീരമാണെന്ന്. നമ്മൾ ഭഗവത്ഗീത 2ാമത്തെ അധ്യായമൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മൾ ഈ ശരീരം അല്ല ആത്മാവെന്ന് നമുക്ക് എത്ര പേർക്ക് ഉറപ്പിച്ച് നമുക്ക് കരുതാനായിട്ട് സാധിക്കുക? സുജന മാതാജി എന്തെങ്കിലും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ മാതാജി? ശ്രദ്ധിക്കുന്നു. എനിക്ക് കിട്ടാൻ താമസിച്ചു പോയി പ്രഭുജി. എന്താ മാതാജി ലിങ്ക് ആരോടൊക്കെ സംസാരിക്കുന്നു അവിടെ, അല്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്തിട്ടിരുന്ന് സംസാരിക്കുക. ഹരിപോൽ. ഇത് കിട്ടിയെന്ന് ചോദിച്ചതാണ്, ലിങ്ക് കിട്ടിയെന്ന് ചോദിച്ചതാണ് മോള്. അതെ അതെ, ഇത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇടയ്ക്ക് ഇത് ഡിസ്റ്റർബൻസ് ഉണ്ടാകും, അതുകൊണ്ടാണ് പറയുന്നത്. ബാക്കിയുള്ളവരുടെയൊക്കെ ശ്രദ്ധ പോകും, നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ടോപ്പിക്ക് മാറിപ്പോകും. അതുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ മ്യൂട്ട് ഇരിക്കണം കേട്ടോ. ഞാനെല്ലാം മ്യൂട്ട് ചെയ്തേക്കാം ഇപ്പം. ഓക്കെ. അപ്പം ഒരാൾക്ക് പെട്ടെന്ന് നാരായണ തുല്യനാവാമെന്ന് ചില തത്വചിന്തകരുടെ അഭിപ്രായം. അതായത് നാരായണ സമനാകാം. അതായത് നമ്മൾ കുറെ ധ്യാനവും ഒക്കെ ചെയ്ത് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത് ശ്വാസമൊക്കെ പിടിച്ചു നിർത്തി ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിരുന്ന നമ്മൾ നാരായണ സമനാകും. അദ്വൈതം അല്ലേ, രണ്ടല്ല ഒന്നാണ്, ഞാനും നാരായണനും ഒന്നാണ് എന്നാണ് ചിലരുടെ അഭിപ്രായം.
ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും ഈ സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല. ഹൃദയശുദ്ധി ഇല്ലാതെ സന്യാസം കേവല സാമൂഹ്യ മര്യാദയുടെ ലംഘനം മാത്രമാണ്. നമ്മുടെ ഹൃദയശുദ്ധി ഇല്ലാത്ത ഒരു സന്യാസം കൊണ്ട് എന്ത് ഫലം? അപ്പൊ അത് ഭഗവാൻ ഒരിക്കലും അംഗീകരിക്കാത്തതാണ്. പിന്നെ സാമൂഹ്യ മര്യാദയുടെ ലംഘനം. സാമൂഹ്യ മര്യാദ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ ആ വേദങ്ങളുടെ അതനുസരിച്ചിട്ട് പോവുക എന്നുള്ളതാണ് അല്ലേ സാമൂഹ്യം. ഒന്നുകിൽ നമ്മൾ വേദങ്ങൾ പറയുന്ന ഫോളോ ചെയ്ത് ഈ പറയുന്ന 4 ആശ്രമങ്ങളിൽ കൂടെ കടന്ന് സന്യാസത്തിലേക്ക് പോകണം. അല്ലാതെ ഡയറക്റ്റ്ലി സന്യാസത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ടില്ല. ഇൻ കേസ് ഒരാൾ സന്യാസിയാണെന്നും പറഞ്ഞിട്ട് നാളെ അയാൾ ഭഗവാനാകുകയില്ല. ഒരിക്കലും നരനും നാരായണനും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഒരിക്കലും നമുക്ക് നാരായണൻ സമനാകാൻ പറ്റത്തില്ല അല്ലേ. അപ്പൊ അങ്ങനെ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിയോഗം, കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ ബുദ്ധിയോഗമാണെന്ന് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ബുദ്ധിയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര തന്നെ തുച്ഛമായിരുന്നാലും ശരി അത് ഭഗവാന് സ്വീകാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്വൽപ്പം അല്പസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത് എന്ന് പറയുന്നത്. നീ സ്വൽപ്പം അല്പമെങ്കിലും ചെയ്യൂ, ഭക്തിയുത സേവനം ചെയ്യൂ എന്ന് ഭഗവാൻ നമ്മൾ നേരത്തെ 2ാമത്തെ അധ്യായത്തിൽ കണ്ടതാണല്ലേ. മഹാവിപത്തിൽ നിന്ന് അത് നിന്നെ രക്ഷപ്പെടുത്തും. മഹാവിപത്ത് എന്താണ്? നമ്മൾ ഇനി വരാൻ പോകുന്ന മരണം. നമ്മളെ സന്തത സഹചാരിയായിട്ട് ജനിച്ചപ്പോൾ മുതൽ കൂടെ ഉണ്ടായിരുന്നു, ഒരു സുഹൃത്തിനെ പോലെ വിട്ടുപിരിയാതെ അല്ലേ. ഈ മരണം നമ്മളുടെ കൂടെ ഉണ്ടല്ലേ. അപ്പൊ അതിനെ നമുക്ക് സന്തോഷമായിട്ട് സ്വീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉറുമ്പ് കടിക്കുന്ന ലാഘവത്തോടു കൂടി നമുക്ക് ഈ പറയുന്ന ഞാൻ എന്ന് പറയുന്ന ഈ ആത്മാവിന് ഈ ഞാനല്ലാത്ത ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ, ഞാൻ ഈ ശരീരമാണെന്നാണ് ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ നിന്ന് ഞാനിന് ഇറങ്ങിപ്പോകാനായിട്ട് ബുദ്ധിമുട്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആത്മാവ്. ഈ ആത്മാവിന് ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ട് എന്താണ്? നമ്മളെ അവബോധവും ചിന്താശക്തിയും മനസ്സൊക്കെ കൊണ്ട് വിചാരിച്ചു ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിച്ചു. അപ്പൊ ശരീരവും ഇന്ദ്രിയങ്ങൾ തരുന്ന വിഷയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളിലും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കുടുങ്ങിപ്പോയി. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസ്ഥയായി മാറി. ഇറങ്ങിപ്പോവാനായിട്ട് നമ്മുടെ സമയമായി കഴിയുമ്പോൾ യമദൂതന്മാർ യമഭാഷ എറിഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ? ഇല്ല. പിടിച്ച് കെട്ടി വലിച്ചു കൊണ്ടുപോകണം. അപ്പൊ കൊണ്ടുപോകുമ്പോഴത്തേക്കും എന്താണ്? പോകാനായിട്ട് ആരെങ്കിലും തയ്യാറുണ്ടോ? 85 വയസ്സായ ആൾക്കാരുടെ കാര്യം പറഞ്ഞു, പോകാൻ തയ്യാറല്ല. അപ്പോൾ പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോഴെന്ത് ചെയ്തു? ഈ യമദൂതന്മാർക്ക് എന്താണ്? ബലം പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുമ്പോൾ എന്താണ്? നമ്മൾ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയോട് കൂടി പോകാൻ പറ്റുമോ? ഇല്ല. 10,000 തേള് കടിക്കുന്ന വേദന സഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോവുകയുള്ളൂ. അപ്പൊ അങ്ങനെ അത്രയും വേദന സഹിച്ച് പോകേണ്ട ആവശ്യം തന്നെ ആഗ്രഹങ്ങളും മോഹങ്ങളും ആണ്. അപ്പൊ ഈ ആഗ്രഹങ്ങളെ മോഹങ്ങളെ നമ്മൾ അടക്കണം. അടക്കാനായിട്ട് എന്താണ്? ഇന്ദ്രിയ നിഗ്രഹം വേണം. ഇന്ദ്രിയ നിഗ്രഹം വേണമെങ്കിൽ എന്താണ്? നമുക്ക് പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്? നാമം ജപിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഭക്തിയുത സേവനം ചെയ്തിട്ട് നമുക്കൊരു സന്യാസിയെ, നല്ല ഉയർന്ന വൈഷ്ണവനെന്ന് തോന്നുന്ന ഒരാൾക്ക് സേവ ചെയ്യാം. അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാം. സത്സംഗത്തിൽ അറ്റൻഡ് ചെയ്യാം. ഒരു പ്രോഗ്രാം നമ്മുടെ അടുത്ത് നടക്കുകയാണെങ്കിൽ പോകാം. അതുപോലെ ദിവ്യധാമങ്ങളിൽ പരിക്രമം നടത്താം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാം. ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾസ് ആണ്. നമുക്ക് തുളസി സേവ ചെയ്യാം. ഒരാൾക്ക് നമുക്കൊരു വൈഷ്ണവന് വസ്ത്രദാനം ചെയ്യാം. അതുപോലെ തന്നെ ഗോദാനം ചെയ്യാം, ഗോപൂജ ചെയ്യാം. അതേപോലെ തന്നെ അന്നദാനം ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അന്നദാനം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടല്ലാതെ നമ്മൾ ഭഗവാന് നിവേദിച്ച സാധനം കുറെ വൈഷ്ണവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മുടെ പേര് നോട്ടീസിൽ വരാൻ വേണ്ടി ചെയ്യുന്ന അന്നദാനം തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സത്സംഗം നടത്തുന്നുണ്ട്, അവിടെ ഒരു അന്നദാനം നടത്തുക അല്ലെ. ഇപ്പൊ രഥയാത്ര നടക്കുന്നുണ്ടല്ലേ. രഥയാത്രത്തിൽ 10,250 പേർക്കാണ് മധുപ്രഭു അവിടെ പ്രസാദം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടെ ഒരു അന്നദാനം നടത്തുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ സേവയിൽ നമ്മൾ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് പോയി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അതിൽ പങ്കാളിയാവുകയാണ്. നമ്മളുടെ ലക്ഷ്മി നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കർമ്മമായി മാറി. നമ്മൾ ആ കർമ്മത്തെ ഫലം കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ കൊണ്ട് അന്നദാനത്തിന് റെസീപ്റ്റ് എടുത്തു, കാര്യം ചെയ്യുന്നത് നല്ലതാണ് അല്ലേ. പക്ഷെ അതിന്റെ പ്രതിപ്രവർത്തനം ഉണ്ടാവും. നമുക്കത് ഫെയിം ആഗ്രഹിച്ചും
നമ്മൾ പിന്നെ എന്താണ് നമ്മളുടെ കുറെ കർമ്മങ്ങളൊക്കെ മാറി കിട്ടട്ടെ, ഒരു അന്നദാനം നടത്തിയേക്കാം എന്ന് പറഞ്ഞിട്ടാകും അല്ലേ. അപ്പൊ അത് ഭഗവാന് നിവേദിച്ചിട്ടാണോ ചെയ്യുന്നത് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത്? വിളക്കത്ത് ഇങ്ങനെ ചിലരൊക്കെ വെക്കുമായിരിക്കും ഒരു ഭക്ഷണം എടുത്ത്, പക്ഷെ അതിൽ നിന്നെടുത്ത് നമുക്ക് തിരിച്ച് അതിൽ നിന്ന് എടുത്ത് ഇട്ട് തരുന്നുണ്ടോ? ഇല്ല. അവർ വിളക്കത്ത് പ്രസാദവും വെക്കും, ഭഗവാൻ അവിടെ ഇരുന്ന് കഴിക്കും. നമ്മൾ കഴിക്കുന്നത് ഭഗവാൻ ഓഫർ ചെയ്യാത്ത സാധനമായിരിക്കും കഴിക്കുന്നത് അല്ലേ. അപ്പൊ അത് കഴിച്ച ആൾക്കാർക്കും അത് നടത്തിയ ആൾക്കാർക്കും ഒക്കെ എന്താണ് ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും. എന്താണ്? നല്ല ഫലം. ഇത്രയും പേരെ അന്നം കഴിപ്പിച്ചു. പക്ഷെ പാവങ്ങളാണോ കഴിച്ചത്? അല്ല. അന്ന് വീട്ടിലുണ്ടാക്കാൻ മടിയായിട്ട് പോയി എന്താണ് അമ്പലത്തിൽ നിന്ന് പ്രസാദം ഉണ്ടാക്കാന്ന് പറഞ്ഞ് പോയി നിൽക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. പാവങ്ങളൊന്നും അല്ല. പാവങ്ങളെയൊക്കെ ചിലപ്പോൾ അവർ ഓടിക്കും കമ്മിറ്റിക്കാരൊക്കെ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ. അപ്പൊ നമ്മളെ പോലെയുള്ള വീട്ടിലൊക്കെ ഇഷ്ടം പോലെയുള്ള ആൾക്കാർ സ്റ്റോക്ക് വെച്ചിരിക്കുന്ന ധാന്യങ്ങളൊക്കെ സ്റ്റോക്ക് വെച്ചിരിക്കുന്ന ആൾക്കാർ പോയി ഡീസന്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പ്രസാദം കഴിച്ചിട്ട് പോകുന്ന നല്ല പ്രസാദമായിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ ആ സാമ്പാറിന് കുറച്ച് വെള്ളം കൂടി പോയി, അല്ല ഉപ്പില്ല എന്ന് പറഞ്ഞ് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് പോരും അല്ലെ. നമ്മളപ്പം ഇതിന്റെ പ്രതിപ്രവർത്തനം നമ്മളിത് കഴിക്കുന്നവരും ഇത് നടത്തുന്നവരും അനുഭവിക്കേണ്ടി വരും. അതല്ലാതെ ഇത് ഭഗവാന് നിവേദിച്ചിട്ട് ഭഗവാന്റെ നാമം ചെല്ലുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ ഇതെന്താണ്? അതിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പ്രതിപ്രവർത്തനം ഉണ്ടാകാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. പ്രതിപ്രവർത്തനം അതിനുണ്ടാകത്തില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പം അപ്പൊ ഒരു ചെറിയ കൃത്യം, അതായത് ഭക്തിയുത സേവനത്തിൽ, അതാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ് ചെറിയ കൃത്യം. നിങ്ങളിപ്പോ ഇത്രയും പേര് സത്സംഗത്തിൽ ഈ വെള്ളിയാഴ്ച മറ്റ് പല കാര്യങ്ങൾ ഉപേക്ഷിച്ച് കയറുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. അതുപോലെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പലപ്പോഴും വിചാരിച്ച് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റാം അല്ലേ. നിങ്ങൾ ഫോൺ വിളിക്കുമ്പോഴത്തേന് ഒരാൾ സംസാരിച്ചു, അപ്പൊ അങ്ങനെ അയാൾക്ക് നമുക്ക് നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അതിൽ നാമം ചെല്ലണം. എനിക്ക് നാമം ചെല്ലാനുണ്ട്, ഞാനിങ്ങനെ നാമമൊക്കെ ചെല്ലുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഭഗവത്ഗീത ഒക്കെ വായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ക്ലാസ് ഉണ്ട്, നിങ്ങൾ അതിൽ കയറുക. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, എവിടെ വെച്ചാണെന്ന് മീറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാളെ നമ്മൾ കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ് ഒരാളെ കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരാളെ നമ്മൾ എന്താണ് ഈ ഭൗതിക സാഗരമാകുന്ന ആ കയത്തിൽ നിന്ന് നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ ഒരു കയറിട്ട് കൊടുത്തു, നമ്മൾ അവരെ കരകയറ്റാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരെ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഒരാളെയും കൂടി ഭഗവാന്റെ ഭക്തിയിലേക്ക് കൊണ്ടുവരിക എന്നാണ്. എന്ന് വെച്ചിട്ട് നമ്മളെ അപമാനിക്കുന്നവരെയും തിരിച്ച് കടിക്കാൻ വരുന്നവരെയും ഒന്നും നമ്മളിത് പറയാനേ പോകരുത്. അങ്ങനെയുള്ളവരോട് ഭഗവാനെ പറ്റി ഒരു കാര്യവും പറയാനായിട്ട് പോകരുത്. അടുത്ത 5-ാമത്തെ ശ്ലോകം. നഹി കശ്ചിത് ക്ഷണമബീജാദോ തിഷ്ഠ്യത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശ കർമ്മ സർവപ്രകൃതി ജൈർഗുണൈ. നഹി കശ്ചിത് ക്ഷണമബീജാദോ തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശ കർമ്മ സർവപ്രകൃതി ജൈർഗുണൈ. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശ കർമ്മ സർവപ്രകൃതി ജൈർഗുണൈ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠ്യസ്ത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശ കർമ്മ സർവപ്രകൃതിർഗുണൈ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. നഹി കച്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹി വശ കർമ്മ സർവ പ്രകൃതിജൈർഗുണൈ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. മാതാജി കേൾക്കുന്നില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശ കർമ്മ സർവ പ്രകൃതിജൈർഗുണൈഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. കശ്ചിത് ഒരാൾ, ക്ഷണം അഭി ക്ഷണനേരമെങ്കിലും, ജാതു ഒരിക്കലും, അകർമ്മകൃത്തായി അല്ലെങ്കിൽ കർമ്മം ചെയ്യാത്തവനായി, ന തിഷ്ഠതി സ്ഥിതി ചെയ്യുന്നില്ല, ഹി എന്തെന്നാൽ പ്രകൃതിജയ പ്രകൃതിജങ്ങളായ
ഗുണങ്ങളാൽ എല്ലാവരും അവശനായിട്ട് കർമ്മം കാര്യതയെ ചെയ്യപ്പെടുന്നു. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ചിട്ട് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവുന്നില്ല. അപ്പം ഈ കർമ്മം ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ആരാണ്? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. എന്തൊക്കെയാണ് ത്രിഗുണങ്ങൾ? ഹരേ കൃഷ്ണ. സുജന മാതാജി, ത്രിഗുണങ്ങൾ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ഏതെല്ലാം? മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട് പറയൂ. മാതാജിയെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ മാതാജി. സത്വഗുണ, രജോ ഗുണ, തമോ ഗുണ. തമോ ഗുണം. ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. പലതവണ നമ്മൾ പറഞ്ഞതാണ്. ഭഗവത്ഗീതയിലെ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് ഇതിനു വേണ്ടിയിട്ട്. നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പം ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നും ഉളവാകുന്ന വാസനകൾക്കനുസരിച്ചിട്ട് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. അപ്പം ഭഗവാൻ വർണ്ണാശ്രമധർമ്മ വിഭാവനം ചെയ്തിട്ടുണ്ട്. എന്താണ്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞിട്ടല്ലേ, ഞാൻ 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചു. ഓരോ വർണ്ണങ്ങളിലുള്ള ആൾക്കാർക്ക് ഓരോ കർമ്മം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അതില് ബ്രാഹ്മണർക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്ത് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണരോട്? പൂജാതി കർമ്മങ്ങള് വേദാധ്യായനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം ബ്രാഹ്മണർക്ക് പറഞ്ഞിട്ടുള്ള മറ്റുള്ളവരെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വേതനത്തിന് വേണ്ടിയിട്ടല്ല അവരത് ചെയ്യേണ്ടത്. അത് അവരുടെ ഡ്യൂട്ടിയാണ്, കർത്തവ്യമാണ് അല്ലേ. അപ്പൊ അങ്ങനെ ബ്രാഹ്മണരെ ഭഗവാന്റെ എന്താണ്, തലയുടെ ഭാഗത്താണ് ബ്രാഹ്മണരുടെ സ്ഥാനം. അപ്പൊ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. അപ്പം ബ്രാഹ്മണർ, പിന്നെ അടുത്തത് ക്ഷത്രിയര് ഭഗവാന്റെ 2 കൈയും കാലുമാണ് അല്ലേ. അപ്പം ബ്രാഹ്മണർ ഏത് ഗുണത്തിലാണ്? സത്വഗുണത്തിൽ. ക്ഷത്രിയര് രജോ ഗുണത്തിലാണ്. ക്ഷത്രിയർക്കൊക്കെ എന്താണ്, കുറെ വീരകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരു കുറെ സെൽഫിക്ക് എടുക്കാനൊക്കെയുള്ള തോന്നലുണ്ടാവും അല്ലേ. ഞാൻ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറെ നമ്മൾ കാണാം. ഇപ്പോഴത്തെ പട്ടാൾക്കാരൊക്കെ പോയിട്ട്, ആരെങ്കിലും പട്ടാൾക്കാരുടെ ഭാര്യമാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ അവിടെ പോയി ഇവിടെ പോയി ലഡാക്കിൽ പോയി വെടി പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും അല്ലേ. അപ്പൊ അതെല്ലാം ആ രജോ ഗുണത്തിന്റെ ഭാഗമാണ്. ആ ഫെയിം കിട്ടണം എന്നുള്ള ആഗ്രഹം മുൻനിർത്തിയിട്ടാണല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ അവര് കഴിക്കുന്ന ബ്രാഹ്മണര് വളരെ സ്വാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അതായത് പച്ചക്കറി തന്നെ ആയിരിക്കും, മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കത്തില്ല. ക്ഷത്രിയര് വരുമ്പോഴത്തേനും അവര് രജോ ഗുണം, എരിവും പുള്ളിയും കൂടുതലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് തമോ ഗുണത്തിന് അടിമയായിട്ടുള്ള ആൾക്കാരെന്താണ്, മറ്റുള്ള എന്താ പറയുന്നത്, വൈശ്യരും ശൂദ്രരും തമോ ഗുണത്തിന് അടിമയായിട്ടുള്ള ആൾക്കാരാണ്. ശൂദ്രര് പൂർണ്ണമായിട്ടും തമോ ഗുണത്തിന്, വൈശ്യര് രജസ് തമോ ഗുണത്തിന് അടിമയായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം വൈശ്യരെന്താണ് ചെയ്യുന്നത്? ഭഗവാൻ ഏത് സ്ഥലത്താണ്? ഉദരത്തിലാണ് അല്ലെ. നമുക്ക് ഉദരം എന്ന് അറിയണമെങ്കിൽ എന്താണ്? വൈശ്യര് പോയിട്ട് കൃഷി ചെയ്യണം, ഗോരക്ഷ, വാണിജ്യമൊക്കെ ചെയ്യണം അല്ലേ. അവരെല്ലാം ബാങ്കേഴ്സ് ആണ് അല്ലേ, മൊത്ത സമൂഹത്തിന്റെയും. അതുപോലെ തന്നെ ശൂദ്രര് ബാക്കിയുള്ളവർക്കെല്ലാം സേവ ചെയ്യണ്ടേ. ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ പണി ചെയ്യാനായിട്ടൊക്കെ ഓരോന്ന് കാണും അല്ലേ, അവരുടെ വീടുകളിലൊക്കെ പണി കാണും. അപ്പം പിന്നെ എന്താണ്, അവര് രജോ ഗുണ തമോ ഗുണ യുക്തരായതിന്റെ കാരണം അവർ പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നു, മാംസാഹാരങ്ങൾ കഴിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കുന്നുണ്ട്. അവര് എന്താണ്, തമോ ഗുണ യുക്തരാണ്. അപ്പൊ അവർക്ക് ജ്ഞാനം തീരെ ഇല്ല. പക്ഷെ ഈ പറയുന്ന ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ട് പലരും ഇത് ജാതിവ്യവസ്ഥയായി ഇപ്പൊ കലിയുഗത്തിൽ മാറിയിട്ടുണ്ട്. അപ്പൊ അത് ഈ തമോ ഗുണത്തിലുള്ള ആൾക്കാർക്കും രജോ ഗുണത്തിലുള്ള ആൾക്കാർക്കും ഒക്കെ തന്നെ സത്വഗുണത്തിലേക്ക് എത്തിച്ചേരാം. അവരുടെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ട് സത്വഗുണത്തിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് ബ്രാഹ്മണരാകാൻ സാധിക്കും. അല്ലാതെ ജനനം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ ജനിച്ചു എന്ന് വെച്ചിട്ട് അതൊരു ബ്രാഹ്മണനാകണം എന്നില്ല. ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ, പ്രവൃത്തി കൊണ്ടാണ് ബ്രാഹ്മണനാണ്. അതായത് ഒരു ശൂദ്രൻ ബ്രാഹ്മണന്റെ പ്രവൃത്തി ചെയ്തെങ്കിൽ ശൂദ്രന് തീർച്ചയായിട്ടും ബ്രാഹ്മണനാകാം. ചണ്ടാല കുലത്തിൽ പിറന്ന ആൾക്ക് പോലും, ചണ്ടാലൻ എന്ന് പറഞ്ഞ എന്താണ്,
പട്ടി മാംസം കഴിക്കുന്നവര് അവർക്ക് പോലും എന്താണ് ബ്രാഹ്മണ്യം ബ്രാഹ്മണനാണ്. നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ പറയുന്ന ആ, പാദങ്ങളാണ് ഭഗവാന്റെ പാദങ്ങൾ. ആദി വിരാട് പുരുഷ ഭഗവാന്റെ പാദങ്ങളാണ് ശുദ്രരുടെ സ്ഥാനം. ഉദരത്തില് വൈശ്യര്, വൈശ്യര്, കൈകാലുകളാണ് ഭഗവാന്റെ ക്ഷത്രിയർ, ക്ഷത്രിയരുടെ സ്ഥാനം. തല എന്ന് പറയുന്ന ബ്രാഹ്മണരുടെ സ്ഥാനം. അപ്പൊ ഭഗവാനിൽ തന്നെയാണ് ഇത്. ഭഗവാനിൽ വന്ന വർണ്ണങ്ങളാണ്. അപ്പം ഈ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾ, അപ്പൊ ഇതിൽ നിന്നൊക്കെ ഓരോ വാസനകൾ ഉളവാകും അല്ലെ. സത്വഗുണത്തിൽ നിന്ന് ഒരു വാസന ഉണ്ടാകും. അപ്പം ഞാനിപ്പം വേദാധ്യയനം ചെയ്തില്ലെങ്കിൽ കൂടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ എനിക്കൊരു ബ്രാഹ്മണനായി കൂടെ, ശരിയായിട്ടും ബ്രാഹ്മണനായി തീരാനായിട്ട് സാധിക്കും അല്ലെ. നമ്മളുടെ പ്രവൃത്തികളും ഒക്കെ അതുപോലെ പവിത്രത ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഏത് സമുദായത്തിൽപ്പെട്ട ആളായാലും അവർക്ക് എന്താണ് ബ്രാഹ്മണനാകാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ്. ഭഗവാന് ബ്രാഹ്മണരെ വളരെ ഇഷ്ടമാണെന്നൊരു ശ്ലോകത്തിൽ പറയുന്നു. ഷിബി മാതാജി ആ ശ്ലോകം എന്ന് പറയാമോ? ഭഗവത്ഗീതയിലെ അല്ല, മാതാജിക്ക് അറിയാവുന്ന ശ്ലോകം. മാതാജി ഷെൽട്ടർ എടുത്ത ആളല്ലേ? ഇത്ര ഓർക്കുന്നില്ലല്ലോ പ്രഭുജി. നമ്മൾ നിവേദ്യ മന്ത്രത്തിന്റെ കൂടെ പറയുന്നതാണ്. ഭഗവാന് രണ്ട് കൂട്ടരെ ഭയങ്കര ഇഷ്ടമാണ്. നിവേദ്യ മന്ത്രം ഇല്ല, ഭഗവാന് ഓഫർ ചെയ്യാൻ നേരത്തെ നമ്മൾ മന്ത്രം പറയില്ലേ? ഞാൻ അഭിയ മാതാജി. നമോ മഹാവദാന്യായ കൃഷ്ണപ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണ ഹിതായ നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണ ഹിതായ ജഗത്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണ ഹിതായ ച ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. അതായത് ഭഗവാന് ബ്രാഹ്മണരെയും ഗോക്കളെയും ഭയങ്കര ഇഷ്ടമാണ്. ബ്രാഹ്മണനും ഗോക്കളെയും ഏറ്റവും പ്രിയങ്കരനായ അല്ലോ ഭഗവാനെ. ജഗത് ഹിതായ, ജഗത്തിന് മുഴുവനും ഇഷ്ടം സംഭവിക്കുന്ന, ഹിതം സംഭവിക്കാനായിട്ട് കാരണക്കാരനായ ഭഗവാനെ, അങ്ങനെയുള്ള ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ അല്ലേ. അപ്പൊ അത് ആ ഒരു ശ്ലോകം നമ്മൾ നിവേദ്യ മന്ത്രത്തിന്റെ കൂടെ നമ്മൾ പറയുന്നതാണ്. അപ്പൊ ഭഗവാൻ ഗോവിന്ദന് ഗോക്കളെ ഭയങ്കര ഇഷ്ടമാണ്, ബ്രാഹ്മണരെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പം പറയുന്ന ആ ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട ബ്രാഹ്മണരെ അല്ല ഉദ്ദേശിക്കുന്നത്, ബ്രാഹ്മണരുടെ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർ അല്ലേ, അവരെയാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ ഈ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ചിട്ട് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാനായിട്ട് നിർബന്ധിതനാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അവരവരുടെ വർണ്ണത്തിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ട് പോകണം അല്ലേ. ക്ഷത്രിയനാണെങ്കിൽ അവന്റെ കർമ്മം എന്താണ്, ഡ്യൂട്ടി എന്താണ്, അവനവന്റെ രാജ്യരക്ഷയാണ് അവന്റെ ഇത്. വൈശ്യനാണെങ്കിൽ എന്താണ്, വാണിജ്യം ചെയ്യുക, ഗോരക്ഷ നടത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവന്റെ പ്രവൃത്തി. മറ്റുള്ളവരെന്താണ്, എല്ലാവരെയും സർവീസ് ചെയ്യുക, എല്ലാവർക്കും സേവ ചെയ്യുക, ശൂദ്രര്. അപ്പൊ അവനവന്റെ പ്രവൃത്തി ചെയ്തു പോവുക. അപ്പൊ കർമ്മം ചെയ്യാനായിട്ട് നിർബന്ധിതരാണ്. നമ്മൾ കർമ്മം ചെയ്യാതിരിക്കാനായിട്ട് ഒരാൾക്ക് സാധ്യമല്ല. നമ്മൾ എല്ലാവരും കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യാതെ കർമ്മഫലം ഉണ്ടാകുമെന്ന് വെച്ചിട്ട് ഒരാൾക്കും കർമ്മം സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കാനായിട്ട് അധികാരമില്ല അല്ലേ. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നമ്മൾ ഒരു കൈ കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. ഈവൻ ഉറങ്ങുന്ന സമയത്തും എന്താണ്, എത്രയോ സ്വപ്നത്തിൽ കൂടെ നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. സ്വപ്നം കാണുവാണെങ്കിൽ എന്താണ്, പ്രവൃത്തി അതിലൂടെ സ്വപ്നത്തിൽ കൂടെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഭാവാർത്ഥം നോക്കാം. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഭാവാർത്ഥം. ജയ് ശ്രീലം പ്രഭുപാദ. ശരീരസ്ഥനെങ്കിലും അല്ലെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നത് ജീവാത്മാവിന്റെ സ്വഭാവമാണ്. ആത്മാവിന്റെ സാന്നിധ്യം കൂടാതെ ശരീരത്തിന് ഇളകാൻ കഴിയില്ല. സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു നിമിഷം പോലും നിഷ്ക്രിയമാകാൻ വയ്യാത്തതുമാണ് ആത്മാവ്. ആത്മാവിനാൽ പ്രവർത്തിക്കപ്പെടേണ്ട ഒരു ജഡവാഹനമാണ് ശരീരം.
അതുകൊണ്ട് കൃഷ്ണാവബോധപരമായ സത്കർമ്മങ്ങളിൽ ഏർപ്പെടാത്ത പക്ഷം ആത്മാവ് മായാശക്തിയാൽ പ്രേരിതനായി പ്രവർത്തനങ്ങളിൽ മുഴുകിയേക്കും. ഭൗതിക ശക്തിയുമായുള്ള സമ്പർക്കത്താൽ ആത്മാവ് ത്രിഗുണങ്ങൾ കൈക്കൊള്ളുന്നു. ഇത്തരം പ്രവണതകളിൽ നിന്ന് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ശാസ്ത്രവിധിക്കനുസരിച്ചുള്ള നിർദ്ദിഷ്ട കർമ്മങ്ങൾ നിറവേറ്റുകയാണ് ആവശ്യം. എന്നാൽ കൃഷ്ണാവബോധപരമായ തന്റെ സ്വാഭാവിക പ്രവർത്തനത്തിലാണ് ആത്മാവ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ ചെയ്യുന്നത് എന്ത് തന്നെയായാലും നന്മയ്ക്കായേ ഭവിക്കൂ. ശ്രീമദ് ഭാഗവതം 1:5-17 പറയുന്നു, ത്യക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരേർ ഭജന്ന പക്വോദ പതേ തതോയതി യത്രക്വ വാ ഭദ്രമഭൂതമുഷ്യകിം കോമർത്ഥ ആപ്തോഭി യഥാം സ്വധർമ്മത. കൃഷ്ണാവബോധം സ്വീകരിച്ചവൻ തനിക്ക് ശാസ്ത്രപ്രകാരം നിർവഹിക്കേണ്ട കൃത്യങ്ങൾ ചെയ്യുകയോ ഭക്തിപൂർവമായ സേവനം ദോഷം ചെയ്യുകയില്ല. കൃഷ്ണാവബോധം ഒരാൾ ശാസ്ത്രവിധി അനുസരിച്ച് എല്ലാ ശുദ്ധീകരണ പ്രക്രിയയും നിറവേറ്റിയാൽ തന്നെ എന്തുണ്ട് ഫലം? അപ്പോൾ കൃഷ്ണാവബോധത്തിൽ ഈ നിലയിൽ എത്തുന്നതിന് ശുദ്ധീകരണ പ്രക്രിയകൾ ആവശ്യമാണ്. സന്യാസം ഉൾപ്പെടെയുള്ള ശുദ്ധീകരണ ചടങ്ങുകളെല്ലാം കൃഷ്ണാവബോധമാകാൻ അന്തിമ ലക്ഷ്യം പോകുവാൻ സഹായിക്കുന്നതേ ഉള്ളൂ. കൃഷ്ണാവബോധം ഇല്ലാത്ത പക്ഷം ഏതൊന്നും പരാജയം തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ കണ്ടല്ലേ. നമ്മള് നമ്മളുടെ ആത്മാവിന് ഒരു സമയം പോലും പ്രവൃത്തി ചെയ്യാതിരിക്കാനായിട്ട് സാധ്യമല്ല. ത്രിഗുണങ്ങളാൽ പ്രേരിതമായിട്ടാണ് ആത്മാവ് എന്ത് ചെയ്യുന്നത്, ഈ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടല്ലോ. ഈ 3 ഗുണങ്ങളുടെ സമ്പർക്കം മൂലമാണ് ഈ ആത്മാവ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളെ ശരീരസ്ഥനായി കഴിയുമ്പോൾ പ്രകൃതിയുടെ മായയാൽ പ്രേരിതമായിട്ടുള്ള ത്രിഗുണങ്ങളാൽ ഇത് പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും ഈ പറയുന്ന ആത്മാവ് അല്ലേ. അങ്ങനെ ആത്മാവ് ഈ ശരീരവും ശരീര വിഷയങ്ങളുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ അങ്ങനെ കൃഷ്ണാവബോധം സ്വീകരിച്ചവൻ തനിക്ക് ശാസ്ത്രപ്രകാരം നിർവഹിക്കേണ്ട കൃത്യങ്ങൾ ചെയ്യുകയോ ഭക്തിപൂർവമായ സേവനം ഉചിതമായ വിധം അനുഷ്ഠിക്കുകയോ ഉണ്ടായില്ലെന്നിരിക്കട്ടെ, ഉന്നത നിലവാരത്തിൽ നിന്ന് ഏറെ താഴ്ന്നു പോയെന്ന് തന്നെ ഇരിക്കട്ടെ, അയാൾക്ക് ഒന്നും നഷ്ടമാകുകയോ ദോഷമുണ്ടാകുകയോ ചെയ്യുകയില്ല. ഇതിന് തന്നെയാണ് നേഹാഭിക്രമനാശു ആ ശ്ലോകത്തിൽ പറയുന്നല്ലോ. ഒരു നഷ്ടവും ലാഭവും ഒന്നും പ്രത്യേകിച്ച് ഇല്ല അല്ലേ. എന്താണ്, സ്വല്പം അല്പമെങ്കിലും കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, നമ്മൾക്ക് ഒന്നും നഷ്ടമില്ല, കിട്ടുന്നതൊക്കെ തന്നെ ലാഭമായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ഈ ചിലർക്ക് ചിലരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചിലരൊക്കെ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്, പ്രഭുജി പ്രാരാബ്ധങ്ങൾ കാരണം ഒട്ടും സമയമില്ല, എനിക്ക് ഭയങ്കര ദുരിതങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ ഉടനീളം പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്, എനിക്ക് ക്ലാസ്സിൽ കയറാനായിട്ട് പറ്റുന്നില്ല, യൂട്യൂബിൽ ലെക്ചറുണ്ട് അത് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല, പിന്നെ ഭഗവത്ഗീത നോക്കാൻ പറ്റുന്നില്ല, നാമം ഒരു 2 റൗണ്ട് ജപിക്കണമെന്ന് വെച്ചാൽ അതിന് പോലും സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ചില സമയത്ത് ഞാൻ ചിലരെ പറ്റി അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത്, അവർ ചിലപ്പം ആദ്യ ഭക്തിയുത സേവനം 16 റൗണ്ടൊക്കെ ജപിച്ചുകൊണ്ടിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ചേക്ക് വരുമ്പോഴത്തേന് അത് കുറച്ച് കൊണ്ടുവന്ന് 2, 1 പിന്നെ ഒന്നും ഇല്ലാതായി പോകുന്നു. അതെല്ലാം ഭൗതിക പ്രകൃതിയുടെ ആ സ്വാധീനം മൂലം അവർ അതിന് അടിമയായി പോകുന്നു. പക്ഷേ നമ്മൾ ആദ്യം ഇവർ 16 റൗണ്ട് ജപിച്ചുകൊണ്ടിരുന്ന സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ ഇതെല്ലാം മനസ്സിൽ ഇതിനെ കയറ്റി അവർക്ക് അടിക്കടി താഴ്ചയാണ് എന്ന് വിചാരിച്ചാണ് ഇത് സംഭവിക്കുന്നത്. അത് മനസ്സിന്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരുടെയും വിചാരം എന്താണ്, കൃഷ്ണാബോധത്തിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഭഗവാൻ നമ്മളുടെ പാവത്തിനെ എല്ലാം കൊണ്ട് എടുത്തങ്ങ് മാറ്റി നമുക്ക് ഭയങ്കര കുറെ ബംഗ്ലാവും കാറും ഇതൊക്കെ തന്ന് നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നമ്മളെ പിറ്റേ ദിവസം അങ്ങ് ഗോലോക വൃന്ദാവനത്തിലേക്ക് അങ്ങ് കൊണ്ടുപോകും. ചിലർക്ക് അതൊന്നും വേണ്ട, ഇവിടെ തന്നെ വൃന്ദാവനമൊക്കെ ഇവിടെ തന്നെ സുഖിച്ച് അനുഭവിച്ച് ജീവിച്ച് അങ്ങനെ ഉള്ള രീതിയിലാണ് മറ്റു ചിലർക്ക്. അപ്പൊ അതുണ്ടാവുമോ? അപ്പൊ എല്ലാവരുടെ ആഗ്രഹം എന്താണ്, സ്പോട്ടിൽ ഫലം കിട്ടണം, ആർക്കും പരിശ്രമിക്കാനായിട്ട് കഴിയില്ല. സ്വിച്ച് ഇട്ടാൽ കാര്യം നമ്മളിപ്പം കണ്ടല്ലോ, നമുക്കിപ്പം
എല്ലാ സാധനങ്ങളും പൊടി കിട്ടും അല്ലേ? പണ്ടൊക്കെ ഇതെല്ലാം അരകല്ലിൽ അരച്ച് ഉരലിൽ പൊടിച്ച് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എല്ലാം സ്പോട്ടിൽ നമ്മളിപ്പോൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പാത്രങ്ങൾ തുറന്നു വെച്ചിട്ട് എല്ലാത്തിൽ നിന്നും പൊടി ദേ ഇങ്ങനെ 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 ഇട്ടിട്ട് ഇളക്കി എടുത്താൽ മതി അല്ലേ? കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് എന്താണ് ഈ കറികളും ഇപ്പൊ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ മടിയായ കാരണം എല്ലാവരും എന്താണ് സ്നൂനു അല്ലെങ്കിൽ മറ്റേ വേറെ ആപ്പിൽ മൊബൈലിൽ ഇങ്ങനെ എടുത്ത് ആപ്പിൽ ഇങ്ങനെ ബുക്ക് ചെയ്താൽ മതി. അപ്പൊ നേരെ ഫുഡ് വീട്ടിലെത്തും. ഇത് കഴിഞ്ഞിട്ട് എന്താണ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഈ ഫുഡെല്ലാം തന്നെ ഒരു പാക്കറ്റിൽ എന്താണ് മിക്സ് ആയിട്ട് വരും. ഇപ്പൊ തന്നെ നമുക്ക് ചക്കപ്പഴമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടും. ചക്കപ്പഴവും പച്ചച്ചക്കയും ഒക്കെ അതിന്റെ കൂഞ്ഞില് അടക്കം പലതും ഫ്രോസൺ ആയിട്ട് വരും. ലുലുവിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ നമ്മള് ചക്കയൊക്കെ ഇവിടെ വരുമ്പോഴത്തേനും ഒരു വികാരമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ എന്താണ് അതെന്താ വിലക്ക് കിട്ടുകയാണല്ലോ അതൊക്കെ മേടിച്ച് നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോയി വെക്കും. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ആയിക്കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് മടിയായിട്ടുള്ള ഒരു സാഹചര്യം വരുവാണ്. നമ്മൾ പഴയ സാഹചര്യം കൂടെ കൂടി വ്യത്യാസം എന്താണ് ഉണ്ടായത്? ഇപ്പൊ കൂടുതലും അന്നത്തെ ഇല്ലായിരുന്ന ഒരു സാധനം ഇപ്പോൾ ഉണ്ട്, മൊബൈൽ അല്ലേ? മൊബൈലും കമ്പ്യൂട്ടറും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അഡീഷണൽ ആയിട്ട് വന്നു. അതല്ലാതെ എന്താണ് വ്യത്യാസം? നമ്മൾ ആ ചെറുപ്പത്തിലെ നമ്മളിതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഈ ആട്ടുകല്ലിലൊക്കെ ഇട്ടിരുന്ന അരിമാവൊക്കെ ഇങ്ങനെ അരച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിലൊക്കെ ഇരുന്ന്. ഇന്ന് മിക്സി ഒന്നും ഇല്ലായിരുന്നു അല്ലേ? അപ്പൊ അതൊക്കെ ചെയ്ത് ഇന്ന് നമുക്കത് മടിയാണ് അല്ലേ? ഇന്ന് നമുക്ക് അത്ര സമയം ഉണ്ടാകുമോ, സാഹചര്യം ഉണ്ടാകുമല്ലോ? എല്ലാം സ്പോട്ടില് മിക്സ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് പോയി കഴിയുമ്പോൾ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് എന്താണ് കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഈ എല്ലാം പൊടിയുടെ എല്ലാം സ്പോട്ടിൽ കിട്ടും എന്ന് വരുമ്പോൾ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ഇത് ഓക്സിജന്റെ ഡെഫിഷ്യൻസി വരും. പിന്നെ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് നമ്മൾ നടക്കേണ്ടി വരും. അതുപോലെ തന്നെ കുടിവെള്ളം ഇല്ല. ഇപ്പൊ തന്നെ എന്താണ് നമ്മൾ പോകുമ്പോൾ എല്ലാം കുപ്പിവെള്ളമായി. പണ്ടൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലുമൊക്കെ വീടിന്റെ ഒക്കെ അവിടെ വന്ന് നമ്മൾ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചോട്ടേന്ന് ചോദിച്ച് തൊട്ടിയിൽ ഇങ്ങനെ കോരി കുടിച്ചു പോകുന്ന ഇപ്പൊ എന്താണ് ഒരു കുപ്പി ആയി നമ്മുടെ കൂടെ അല്ലേ? ഒരു കുപ്പി ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റാതെയായി. പിന്നെ നമ്മുടെ കിണറ്റുകളിലൊന്നും കുടിക്കുന്ന കിണറ്റിലേക്ക് വെള്ളം പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്തൊക്കെ എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങളും അണുക്കളും ഒക്കെയാണെന്നാണ് പറയുന്നത്. അത് കുടിക്കരുത്, തിളപ്പിക്കാതെ എന്നൊക്കെയാണ് പറയുന്നത്. പണ്ടൊക്കെ നല്ല തേനൂറുന്ന വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴാ കിണറ്റിലെ വെള്ളമൊക്കെ മലിനമായിക്കൊണ്ടിരിക്കും. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പിന്നീട് അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഭഗവാൻ തരുന്ന ഈ വിഭവങ്ങള് വളരെ ഫ്രീ ആയിട്ട് ഇടുന്ന വായുവിന് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടോ? ടാക്സ് കൊടുക്കുന്നുണ്ടോ? വെള്ളത്തിന് കൊടുക്കുന്നുണ്ടോ? ഇതിനെല്ലാം കൊടുക്കേണ്ട ഒരവസ്ഥ വരാൻ പോകുന്ന കലിയുഗത്തിൽ സംഭവിക്കാണ്ട് പോവുകയാണ്. ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. കാര്യം ചുറ്റോട് മരങ്ങളൊന്നുമില്ല, എല്ലാം പൊല്യൂട്ടഡ് ആണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ചൂട് കാരണം. പിന്നെ നമ്മൾ എന്താണ് ഫുഡൊക്കെ എല്ലാം ഈ പൊടികളൊക്കെ സ്വിച്ച് ഇടുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരും. അതായത് എന്താണ് ഈ ട്രാം പോലത്തെ സാധനങ്ങൾ വന്ന് വീട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചിരിക്കണം. ഒരാൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഓഫീസിൽ കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുക. തിയേറ്ററും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിലടക്കം എല്ലാം തന്നെ വീട്ടിലാകുക. ഒരാൾക്കും ജോലി ചെയ്യാണ്ട് പുറത്തേക്ക് പോകണ്ടാത്ത അവസ്ഥ വരിക. ഇങ്ങനെയൊക്കെയുള്ള ഒരു കലിയുഗം നമ്മൾ ഒരാളുടെ ഭാവനയിൽ നമ്മൾ കണ്ടു, ഒരു ശാസ്ത്രകാരന്റെ ഭാവന. ഞാനത് നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് അല്ലേ? അപ്പം നമുക്ക് ഈ പറയുന്ന ഭക്തിയുത സേവനം എന്തുകൊണ്ട് നമുക്ക് സ്വല്പം അല്പമെങ്കിലും ചെയ്തു കൂടാ? സമയം എന്ന് പറഞ്ഞാൽ 24 hours ആണ് എല്ലാവർക്കും അല്ലേ? ഒരാൾക്ക് പ്രത്യേകിച്ചൊന്നും സമയമൊന്നും ആർക്കും ഇല്ല. പിന്നെ സമയം ആരും കാത്തു നിൽക്കത്തുമില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ യമലോകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ പ്രഭുജി എന്നോട് പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ ഒരു വൈഷ്ണവൻ എന്നോട് പറഞ്ഞതാണല്ലോ, 2 റൗണ്ട് നാമെങ്കിലും ജപിക്ക് മാതാജി എന്ന് പറഞ്ഞതാണല്ലോ എന്ന് അവിടെ ചെന്നിരുന്നിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല അല്ലേ? കാലം എന്ന് പറയുന്ന ഒന്നിനെയും വെയിറ്റ് ചെയ്യില്ല. സമയം എല്ലാവർക്കും 24 മണിക്കൂറാണ്. ആഴ്ചയിൽ 7 ദിവസമാണ്. വർഷത്തിൽ 365 ദിവസമാണ്. കാലം എന്ന് പറയുന്നത് എന്താണ്? കൃത്യമാണ്. കാലത്തിന്റെ കണക്ക് പുസ്തകം ഒരാൾക്കും മാറ്റാൻ പറ്റത്തില്ല. ഭഗവാൻ കാലം മാറ്റിയത് നമുക്കറിയാം. അല്ലാതെ ഈ ഡെമി ഗോഡ്സിനോ ബ്രഹ്മദേവനോ അടക്കം എല്ലാവരും കാലത്തിന്റെ അടിമയാണ് അല്ലേ? ടൈമിനെ ആസ്പദമാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. എല്ലാം കാലം അല്ലെങ്കിൽ ഭഗവാൻ ഈ ഭഗവത്ഗീതയിലെ ഒരു സബ്ജക്റ്റ് ആണ് കാലം അല്ലെ? കാലത്തിന്റെ കണക്ക് പുസ്തകം അല്ലെ? കാലത്തിന്റെ നീതി, കാലത്തിന്റെ കാവ്യനീതി എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? കാലം മാറ്റാത്ത മുറിവുകളില്ല. ഇതെല്ലാം ഈ കാലം എല്ലാം ഭഗവാനാണ് അല്ലേ? അപ്പം
നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ തുച്ഛമായ സമയത്തിൽ, തുച്ഛമായ സാഹചര്യങ്ങളിൽ നമ്മൾ സമയം ഇനിയെങ്കിലും പോയിട്ടില്ല, ഇപ്പോഴെങ്കിലും നമുക്കിത് മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ ഇത് ഒരു ചെവി കൂടെ കേട്ടിട്ട് ഇങ്ങനെ വിടാതെ, ഇതിൽ കൂടെ വിടാതെ നമ്മൾ ഇതിനെ കുറച്ചൊക്കെ ടേക്കപ്പ് ചെയ്യുക, ഇതുവഴി കയറി ഇങ്ങോട്ടേക്ക് എത്തുക, എന്നിട്ട് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക, ഇതുവഴി തിരിച്ച് വിടാതിരിക്കുക. നമുക്കിപ്പോൾ മനസ്സിലായ സ്ഥിതിക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ ABCD മുഴുവൻ കണ്ടിട്ടുണ്ടല്ലേ? എന്താ ABCD? അസോസിയേഷൻ, ബുക്ക് റീഡിങ്, C ഫോർ ചാൻഡിങ്, D ഫോർ ഡയറ്റ്, E ഫോർ വൈഷ്ണവ എത്തിക്കേറ്റ്സ്. ഇതിലെ ഏതൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? A ഫോർ അസോസിയേഷൻ. അസോസിയേഷനിൽ നിങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ വളരെ പുണ്യവതികളായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു അസോസിയേഷൻ കിട്ടാനും നമുക്ക് അങ്ങനെ വൃന്ദാവനത്തിൽ നിന്ന് പോകാനും നമുക്കിത് തുടങ്ങാനും ഒക്കെ കാരണമായതല്ലേ? വളരെ പുണ്യം ചെയ്ത ആത്മാക്കളായതുകൊണ്ടാണ് വൃന്ദാവനത്തിൽ പോകാൻ പറ്റിയതും നമുക്കിങ്ങനെ ഒരു സത്സംഗം തുടങ്ങാൻ പറ്റിയതൊക്കെ അല്ലേ? അപ്പൊ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ കൃപ വളരെ കാരുണ്യമുള്ളത് കൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ ഭഗവാൻ പെരുമാറിയത് അല്ലേ? നമ്മളോട് വളരെ ഇഷ്ടമുള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ അവസരം പരമാവധി വിനിയോഗിക്കുക. അതുപോലെ ബാക്കി ഏതൊക്കെ ഭക്തിയുത സേവനം എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് ഒരു സ്ഥലത്ത്, പ്രത്യേക സ്ഥലത്ത് ചെന്ന് ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത് ഒരു സത്സംഗം നടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ചെന്ന് അടിച്ചു വാരി വൃത്തിയാക്കി കൊടുക്കുക, അവിടുത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൊടുക്കുക, പച്ചക്കറികൾ അരിഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ കറി വെക്കാനായിട്ട് സഹായിക്കുക, അത് കഴിഞ്ഞിട്ട് പ്രസാദം വിളമ്പാനായിട്ട് സഹായിക്കുക, അത് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം തിരിച്ച് കഴുകി റെഡിയാക്കി കൊടുക്കുക, അത് പകർന്ന് മിച്ചം വരുന്ന സാധനങ്ങൾ പകർന്ന് ആർക്കെങ്കിലും കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എത്രയെല്ലാം ഭക്തിയുത സേവനം നമുക്ക് നമ്മുടെ മുൻപിലുണ്ടല്ലേ? അപ്പൊ എന്തെല്ലാം ഭക്തിയുത സേവനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കേണ്ടവരല്ല. നമുക്ക് എപ്പോഴൊക്കെ ചാൻസ് കിട്ടുന്നോ ഭക്തിയുത സേവനം, വൈഷ്ണവരെ നമ്മുടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വരുന്നു, അങ്ങനെയാണെങ്കിൽ ആ വൈഷ്ണവർക്ക് സേവ ചെയ്യുക, അവിടെ നമ്മളെന്താണ് വിനയപുരസ്സരം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ സേവകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്താണ്. ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാലും തീരുകലാത്ത രീതിയിൽ സേവയുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ശാസ്ത്രവിധി അനുസരിച്ചിട്ട് എല്ലാ ശുദ്ധീകരണ പ്രക്രിയകളും നിറവേറ്റിയാൽ തന്നെ എന്തുണ്ട് ഫലം? അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പ്രോസസ്സ് ബ്രഹ്മചര്യം, അതാണ് ശാസ്ത്രവിധി അല്ലെ? ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, ഇതെല്ലാം പൂർത്തിയാക്കിയാൽ കൂടി തന്നെ എന്താണ് ഫലം? അങ്ങനെ സാധാരണഗതിയിലുള്ള ആൾക്കാർക്ക് അങ്ങനെ പോകാം. കൃഷ്ണാബോധത്തിൽ നിലയിലെത്തിയിരിക്കുന്നതിന് പ്രത്യേക ശുദ്ധീകരണ പ്രക്രിയകൾ ആവശ്യമാണ്. അപ്പൊ അവിടെയും ശുദ്ധീകരണ പ്രക്രിയ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ അതെന്താണ്? സ്റ്റെപ്പ് കയറിയാണ് പോകുന്നത്. 100 സ്റ്റെപ്പ് കയറിയിട്ടാണ് 100ാമത്തെ നിലയിൽ എത്തുന്നത്. നമ്മൾ എന്താണ്? എലിവേറ്ററിൽ കൂടെയാണ് പോകുന്നത്. അതാണ് വ്യത്യാസം. ആ പ്രോസസ്സ് ശുദ്ധീകരണ പ്രക്രിയ ഇല്ലായകയല്ല, പക്ഷെ അവർ പോകുന്ന വെരി സ്ലോ പ്രോസസ്സാണ്. 100 സ്റ്റെപ്പ് കയറിയിട്ടാണ് അവരെവിടെ എത്തുന്നത്? 100ാമത്തെ നിലയുടെ മുകളിൽ എത്തുന്നത്. സ്റ്റെപ്പ് പടി കയറി. ഇടയ്ക്കപ്പം ഇടയ്ക്ക് ക്ഷീണം തോന്നാം, പാളിച്ചകൾ പറ്റാം, തിരിച്ച് വീഴാൻ, താഴെ പോവാം, അങ്ങനെ പല ഇതുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എലിവേറ്ററിലാണ് പോകുന്നത്, ലിഫ്റ്റ് കയറിയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സന്യാസം ഉൾപ്പെടെയുള്ള ശുദ്ധീകരണ ചടങ്ങുകളെല്ലാം കൃഷ്ണോപമാകുന്ന അന്ത്യലക്ഷ്യം പോകുവാൻ സഹായിക്കുന്നതേ ഉള്ളൂ. കൃഷ്ണാബോധം ഇല്ലാത്ത പക്ഷം ഏതൊന്നും പരാജയം തന്നെ. ഒരു സന്യാസി വേഷമെല്ലാം കെട്ടി കാവ്യവസ്ത്രമൊക്കെ ഇട്ട് നമ്മൾ അവിടെ പോയി തപസ്സിരിക്കാനായിട്ടിരുന്നു. ആരാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് അറിയില്ല, എവിടെയാണ് എനിക്ക് പോകേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, എവിടെ നിന്നാണ് ഞാൻ വന്നു എന്നത് എനിക്കറിയില്ല, ഞാൻ എന്തിന് ഇവിടെ ജീവിച്ചു, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു, ഇങ്ങനെയൊക്കെയുള്ള പരമപ്രധാനമായിട്ട് ഞാൻ ആരാണ്, എന്നിലെ വ്യക്തിത്വം ആരാണ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്കും ചോദ്യങ്ങളുടെ ഉത്തരമൊന്നും അറിയത്തില്ലെങ്കിൽ ഒരു സന്യാസിയുടെ കാവ്യവേഷം കെട്ടിയിട്ട് കുറെ നേരം കണ്ണുടച്ച് ധ്യാനത്തിൽ ഇരുന്നത് കൊണ്ട് എന്ത് വിശേഷം? ഹരേ കൃഷ്ണ. 6ാമത്തേത് കർമ്മേന്ദ്രിയാണി സംയമ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. കർമ്മേന്ദ്രിയാണി സംയമ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി.
ഹരേ കൃഷ്ണ. ശ്ലോക നമ്പർ ഒന്ന് പറയണം, ഞാൻ കയറി. ആറാമത്തേത്, മൂന്നാമത്തെ ചാപ്റ്ററിൽ. മൂന്നാം. 3:6. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗം, ശ്ലോകം 6. കർമ്മേന്ദ്രിയാണി സംയമ്യ യയാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യതേ. ഓം ഹരേ കൃഷ്ണ. തത്സദിതി. സുജന മാതാജി, 6-ാമത്തെ ശ്ലോകം മൈക്ക് ഓൺ ആക്കിയിട്ട്. മാതാജി ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നോ? ഹരേ കൃഷ്ണ. മാതാജിയെ കാണുന്നില്ല. അപ്പൊ അടുത്ത ആളെ നമുക്ക് വിളിക്കാം. അടുത്ത ആള് വന്നോ? കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭുപാദരുടെ വിവർത്തനം. യാതൊരു വ്യക്തി കർമ്മേന്ദ്രിയാണി 5 കർമ്മേന്ദ്രിയങ്ങളെ സംയമിച്ചിട്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയാർത്ഥൻ വിഷയങ്ങളെ സ്മരിക്കുന്നവനായി ആസ്തേ സ്ഥിതി ചെയ്യുന്നുവോ വിമൂഢാത്മാവായ അവൻ മിഥ്യാചാര കപടനാട്യക്കാരൻ എന്ന് ഉച്ചതേ പറയപ്പെടുന്നു. കർമ്മേന്ദ്രിയങ്ങളെ വിവർത്തനം. ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭുപാദ്. ജയ് ശ്രീലപ്രഭുപാദ്. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നവൻ സ്വയം ഭ്രമിക്കുകയാണ്. കപടനാട്യക്കാരൻ എന്നാണ് അയാളെ പറയേണ്ടത്. അല്ലേ? ഭഗവാൻ നല്ല രീതിയിൽ ഒരു കളിയാക്കല്, നല്ലൊരു മെസ്സേജ് നമുക്ക് തരുവാണ്. അല്ലേ? നമ്മൾ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും നമ്മൾ ഈ കർമ്മേന്ദ്രിയങ്ങളെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ നമ്മൾ നിയന്ത്രിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ കൈ രണ്ടും അനക്കുന്നില്ല, കാല് രണ്ടും അനക്കുന്നില്ല. കാലനക്കാതല്ലേ എവിടെയെങ്കിലും പോയി ഒരു കർമ്മം ചെയ്യുള്ളൂ. കൈ അനക്കിയാലല്ലേ, കൈ കൊണ്ടല്ലേ എന്തെങ്കിലും, മിക്കവാറും കൈ കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് കൂടുതലും. നാക്ക് കൊണ്ട് അതിൽ കൂടുതൽ ചെയ്യുമെങ്കിലും കൈ കൊണ്ടാണല്ലോ ശരിക്കും ഒരു പ്രവൃത്തി എടുക്കേണ്ടത്. അല്ലേ? പക്ഷെ ചിലരൊക്കെ നാക്ക് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രവൃത്തി ചെയ്യുന്നത്. അല്ലേ? പ്രത്യേകിച്ച് മാതാജിമാർ. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങളിൽ മനസ്സിന് വ്യാപരിക്കുന്നവൻ സ്വയം ഭ്രമിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ അടക്കി നിർത്തി. നമ്മൾ ഒരു സ്ഥലത്ത് കൈ ഇങ്ങനെ കെട്ടിയിട്ടു, ബാൻഡേജ് ഇട്ടു, കാൽ രണ്ടും കെട്ടിയിട്ടു. നമ്മൾ മനസ്സും വിഷയങ്ങളുമായിട്ട് പോവുകയാണെങ്കിലോ, ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് പോവുകയാണെങ്കിലോ ഒരിടത്തും പോകണ്ട. അവിടെ ഇരുന്ന് നമ്മളെ കൈയും കാലിനൊക്കെ കെട്ടിയിട്ട് പൂച്ചുവെങ്കിൽ വെല്ലം കെട്ടിയിട്ടെന്ന് വിചാരിച്ചു. പക്ഷെ മനസ്സ് വിഷയങ്ങളിൽ വ്യാപരിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത്? നമ്മൾ സ്വയം ഭ്രമിക്കലാണ്. ഇതൊരു ചെറിയ ഒരു കപടനാട്യക്കാരാണ് ഇങ്ങനെ ഉള്ള ആൾക്കാരെ പറയേണ്ടത്. അല്ലേ? അവരെന്ത് ചെയ്യുന്നു? ഞാൻ എങ്ങും പോകുന്നില്ല, ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, ആരെയും ഞാൻ ഉപദ്രവിക്കുന്നില്ല, ഞാനൊന്നും ഇതാണെന്നൊക്കെ പറഞ്ഞ് ചിലർ പറയാറുണ്ടല്ലേ. ഞാൻ ഒരാളുടെ വീട്ടിൽ കയറി ചെല്ലുകയോ, ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യുകയോ, ഒരു ദുഷ്ടതകളും ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ എനിക്ക് ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ പറയും. അല്ലേ? പക്ഷെ അവരുടെ ഈ പ്രവൃത്തികൾ മുഴുവൻ എന്താണ് ചെയ്തത്? മനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ? മനസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഈ കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കാളും ഒരുപാട് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ മനസ്സിനെ ഈ പറയുന്ന ഈ ഭഗവാൻ ഇവിടെ കപടനാട്യക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ വ്യക്തികള് എന്ത് ചെയ്യും? മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളിലും എപ്പോഴും പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ ഭാവാർത്ഥം നമുക്ക് നോക്കാം. ഭാവാർത്ഥം സബിത മാതാജി. പ്രഭു, എൻ്റെ അടുത്ത് ബുക്കില്ല, ഞാൻ ശ്ലോകം വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ്യ ഉച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സിബി മാതാജി. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. കൃഷ്ണാബോധത്തോടെ പ്രവർത്തിക്കുവാൻ കൂട്ടാക്കാത്ത ചില കപടനാട്യക്കാരുണ്ട്. അവർ ധ്യാനം അഭിനയിച്ചുകൊണ്ട് മനസ്സാ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകുന്നു. അഭ്യസ്ത വിദ്യരായ അനുയായികളെ ഭോഷ്കു പറഞ്ഞ് കബളിപ്പിക്കാനായി ഇവർ ശുഷ്കമായ തത്വജ്ഞാനം പറഞ്ഞു നടക്കും. ഇത്തരക്കാർ വഞ്ചകരാണെന്ന് ഈ പദ്യം ഘോഷിക്കുന്നു. സാമൂഹ്യ മര്യാദ അനുസരിച്ച് ആർക്കും ഇന്ദ്രിയ സുഖാനുഭവം ആവാം.
തന്റെ സ്ഥിതിക്കനുസരിച്ചുള്ള നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ക്രമേണ ജീവിതശുദ്ധി നേടുകയും ചെയ്യാം. എന്നാൽ യോഗിയെന്ന് നടിക്കുകയും വാസ്തവത്തിൽ വിഷയസുഖങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ്. ചിലപ്പോൾ തത്വജ്ഞാനത്തെ പറ്റി പ്രസംഗിക്കുന്നത് കൊണ്ട് മാത്രം അയാൾ യോഗിയാണെന്ന് കരുതിക്കൂടാ. അയാളുടെ അറിവ് കൊണ്ടും ഫലമില്ല. കാരണം അത്രയും പാപിയായ ഒരാളുടെ അറിവിന്റെ ഫലങ്ങൾ ഭഗവാന്റെ മായാശക്തിയാൽ നഷ്ടപ്പെട്ടു പോകുന്നു. അത്തരം ഒരു വഞ്ചകന്റെ മനസ്സ് എപ്പോഴും മലിനമാകിയാൽ അയാളുടെ ധ്യാനയോഗാഭിനയങ്ങൾക്കും വിലയില്ല തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മുടെ വഞ്ചനയും നാട്യവും ഇതൊക്കെയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. നയവഞ്ചകരായിട്ടുള്ള ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. ഞാൻ ഒരു ഉപദ്രവം ആർക്കും ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ മനസ്സുകൊണ്ട് അവരെ തന്നെയും അതുപോലെ തന്നെ സമൂഹത്തെ തന്നെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ ഒരിക്കലും അങ്ങനെ ഒരു മനസ്സിൽ കയറിയിരിക്കാനായിട്ട് കൂട്ടാക്കത്തില്ല. കാര്യം മനസ്സ് ഭയങ്കര വികലമാണ്. മനസ്സുകൊണ്ടാണ് എല്ലാ മോശം പ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർമ്മേന്ദ്രിയങ്ങളെക്കാളും എഫക്റ്റാണ് ഈ മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി. അപ്പം അത്തരക്കാർക്ക് തന്നെ അറിവ് വഞ്ചകരെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അല്ലെ. സാമൂഹ്യ മര്യാദ അനുസരിച്ചിട്ട് ആർക്കും ഇന്ദ്രിയ സുഖാനുഭവം ആവാം. തന്റെ സ്ഥിതിക്കനുസരിച്ചുള്ള നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ക്രമേണ ജീവിതശുദ്ധി നേടുക തന്നെയും ചെയ്യാം. അപ്പൊ ഇന്ദ്രിയ സുഖങ്ങളിൽ നമുക്കൊക്കെ ഇന്ദ്രിയങ്ങൾ തരുന്ന ഓരോ സുഖങ്ങളും നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല. എന്നാൽ യോഗി എന്ന് നടിക്കുകയും വിഷയസുഖങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ്. സ്വന്തമായിട്ട് യോഗിയായിട്ട് പ്രഖ്യാപിച്ചു ഞാൻ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കിയവനാണെന്ന് പറയുകയും ഈ ഇന്ദ്രിയ വിഷയങ്ങളുടെ അന്വേഷിച്ച് മനസ്സ് പരതി നടക്കുകയും ചെയ്തു കഴിഞ്ഞെങ്കിൽ എന്താണ് കാര്യം? എവിടെയാണ് അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങളെ അടക്കാൻ പറ്റിയത്? ഈ വിഷയങ്ങളിൽ കൂടെ വ്യാപരിച്ച് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ തത്വജ്ഞാനത്തെ പറ്റി പ്രസംഗിക്കുന്നുണ്ട് മാത്രം അയാൾ യോഗിയാണെന്ന് ഒരിക്കലും കരുതിക്കൂടാ. അദ്ദേഹത്തെ യോഗിയാണെന്ന് നമുക്ക് പറയാൻ അയാളുടെ അറിവ് കൊണ്ട് യാതൊരു ഫലവുമില്ല. കാരണം അത്രയും പാപിയായ ഒരാളുടെ അറിവിന്റെ ഫലങ്ങൾ ഭഗവാന്റെ മായാശക്തിയാൽ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ ഇയാളുടെ അറിവ് മുഴുവൻ ഇയാളുടെ ഉള്ളിൽ കിടക്കുന്ന ഈ വിചാരങ്ങൾ കാരണം നഷ്ടപ്പെട്ടു പോകുന്നു. അത്തരം ഒരു വഞ്ചകന്റെ മനസ്സ് എപ്പോഴും മലിനമാകിയാൽ അയാളുടെ ധ്യാനയോഗാഭിനയങ്ങൾക്ക് ഒരു വിലയും ഇല്ല. വലിയ ധ്യാനയോഗിയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യം എന്താണ്? അയാൾ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയെന്ന് പബ്ലിക്കിനൊരു സൂചന കൊടുത്തെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം സദാ പ്രവർത്തിച്ചുകൊണ്ട് വിഷയങ്ങൾക്ക് പുറകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അയാള് യോഗിയാണെന്ന് പറഞ്ഞ് അടിച്ചിരുന്നിട്ട് ഒറ്റക്കാലത്ത് തപസ് ചെയ്ത തലയും കുത്തിയിരുന്ന് തപസ് ചെയ്തിട്ടും എന്താണ് കാര്യം? ഒരു കാര്യമില്ല. അയാൾ പഠിച്ച വിദ്യകളെല്ലാം അയാളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതായി പോവുകയും ചെയ്യും. നമ്മളിതുപോലെ തന്നെ നീ പഠിച്ച വിദ്യകളെല്ലാം നഷ്ടപ്പെട്ടു പോകട്ടെ എന്നൊരു ശാപം കിട്ടിയിരുന്നു. ആ ശാപം ആരെ ശപിച്ചു? നിനക്ക് വേണ്ട സമയത്ത് ഈ വിദ്യകളൊന്നും ഉപയോഗിക്കാൻ സാധിക്കാതെ പോകട്ടെ എന്ന് ഒരു ശാപം കൂടെ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്. പരശുരാമൻ കർണനെ ശപിച്ചു. പരശുരാമൻ ശിഷ്യനായ കർണനെ ശപിച്ചു. കാരണം എന്താണ്? കർണൻ ഒരു ക്ഷത്രിയന്മാരെ പരശുരാമന്റെ ആജന്മ ശത്രുവാണ്. അതുകൊണ്ട് ക്ഷത്രിയന്മാരെ വിദ്യ അറിയാതെ പഠിക്കാൻ ചെന്നു. അപ്പൊ ബ്രാഹ്മണനാണെന്നുള്ള വേഷം കെട്ടി ഗുരുവിനെ പരിചരിക്കാനായിട്ട് ചെന്നു. അങ്ങനെ പരശുരാമൻ വിദ്യകളൊക്കെ അഭ്യസിച്ചു തുടങ്ങി. ദിവ്യ മന്ത്രങ്ങളും അസ്ത്രങ്ങളും എല്ലാം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? ഒരു ദിവസം പരശുരാമൻ ഉറക്കം വന്നപ്പം കർണൻ പറഞ്ഞു മടിയിൽ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് ഗുരുവിന്റെ തല മടിയിൽ വെച്ചിട്ട് നല്ല കാര്യം ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ആ സമയത്ത് എന്ത് ചെയ്തു? ദേവേന്ദ്രൻ അറിയാം ഇത് ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അല്ലേ. തന്റെ മകനായ അർജുനൻ എതിരാളിയാകുമെന്ന് മനസ്സിലായി. എന്ത് ചെയ്തു? ഒരു വണ്ടായിട്ട് വന്ന് എന്ത് ചെയ്തു? കർണന്റെ തുടയില് തുളച്ചു കയറിയപ്പോൾ ഗുരുവിന്റെ ഉറക്കത്തിൽ ഭംഗം വരുമോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു? ഗുരു ഈ തുട അനക്കാതെ വേദന സഹിച്ച് കർണൻ അവിടെ ഇരുന്നു. പരശുരാമൻ ഉറക്കണമെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോരയെ കുളിച്ചാ കിടക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ്? ഈ ചോര മുഴുവൻ വന്നിരിക്കുന്ന കർണന്റെ ശരീരത്തിൽ നിന്നാണ് ഈ ചോര മുഴുവൻ വന്നിരിക്കുന്നത്. അപ്പൊ മനസ്സിലായി ഒരു ബ്രാഹ്മണനായ വ്യക്തിക്ക് എന്താണ് ഒരു ഉറുമ്പ് കടിച്ചാലോ കൊതു കടിച്ചാൽ പോലും സഹിക്കാനായിട്ട് സാധ്യമല്ല. ഒരു ഗുരുവിനെ എടുത്ത് തള്ളി മറിച്ചിട്ടിട്ട് എണീറ്റ് ഓടും. അപ്പൊ ഒരിക്കലും ഒരു ക്ഷത്രിയനല്ലാതെ ഇത് പറ്റത്തില്ല. നീ അപ്പം നയവഞ്ചകനാണ്, നീ എന്നെ
ക്ഷത്രിയനാണെന്ന് നീ പറ്റിച്ച് നീ ഈ വിദ്യ മുഴുവൻ സ്വായത്തമാക്കി. അതുകൊണ്ട് നിനക്ക് എപ്പോൾ ഈ വിദ്യ ആവശ്യമായി വരുന്നോ അപ്പോൾ നീ അത് ഉപയോഗപ്രദമില്ലാതെ പോകട്ടെ എന്ന് പറഞ്ഞൊരു ശാപമാണ് കൊടുത്തത്. അപ്പം ഈ ശാപം എങ്ങനെയാണ്, എപ്പോഴാണ് അനുഭവിക്കേണ്ടി വന്നത്? കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, നമ്മുടെ റിപ്പീറ്റ് അടിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ഭഗവാൻ ഇതുപോലെ തന്നെ കർണനെ വധിക്കേണ്ട സമയമായി എന്ന് ഭഗവാൻ തീരുമാനിച്ചു. ഭഗവാനാണല്ലോ തീരുമാനിക്കേണ്ട ആദ്യം ആരാണ്, ഇന്നത്തെ ദിവസം ആരെയാണെന്നൊക്കെ. അപ്പൊ കർണനാണ് ഇന്ന് വരാന്ന് തീരുമാനിച്ചു. അപ്പം അർജുനോട് പറഞ്ഞു, ഈ കർണന്റെ കുറെ അസ്ത്രങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അർജുനനെ തടുക്കാൻ പറ്റാതെ കഴിഞ്ഞു, ഇവിടെ നിന്ന് നമ്മൾ പോർക്കളം വിട്ടു പോകാമെന്ന് പറഞ്ഞു. പോർക്കളം വിട്ടു പോകുന്ന ഭീരുത്വം അല്ലേ എന്ന് പറഞ്ഞു തൽക്കാലം നമ്മളൊരു ഭീരുവാകുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ രഥം എടുത്തുകൊണ്ട് പോർക്കളം വിട്ടുപോയി. അപ്പൊ ഇവര് പോയ സ്ഥലം കുറെ ചതുപ്പൊക്കെ നിറഞ്ഞ സ്ഥലത്തൂടേക്കാണ് പോയത്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു. അപ്പൊ കർണന് വിഭ്രംശം ഉണ്ടായി ഇവര് പോയ സ്ഥലം. അങ്ങനെ വന്ന് കർണന്റെ രഥം ചെളിക്കകത്ത് താന്നു, അതിന്റെ ചക്രം അങ്ങനെ താന്നു കഴിഞ്ഞിട്ട് ആ ചക്രം പൊക്കാനായിട്ട് നോക്കുന്ന സമയത്ത് പറയാണ്, നീ അസ്ത്രം എയ്യൂ, കർണനെ വധിക്കൂ എന്ന് പറഞ്ഞ് അർജുനോട് പറയണം. അപ്പൊ അർജുനന് മനസ്താപവും ഇതൊക്കെ വരും. അങ്ങനെ ആയുധമില്ലാത്ത ആളെ വധിച്ചു എന്നുള്ള ദുഷ്കീർത്തി ഏൽക്കേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളും അർജുനൻ പറഞ്ഞു നോക്കി. ഭഗവാൻ സമ്മതിച്ചില്ല. ഭഗവാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടത്തിയ സമയത്ത് ഇവൻ എന്തുകൊണ്ട് സ്വന്തം സഹോദരിയാണെന്ന് അറിഞ്ഞിട്ടൂടെ കൂടി എന്തുകൊണ്ട് രക്ഷപ്പെടുത്തിയില്ല? അതുപോലെ ഒരു വേശ്യാ സ്ത്രീ എന്ന് പറഞ്ഞ് വിളിച്ച് അപമാനിച്ചു. അതുപോലെ തന്നെ ഒരു ബാലകനായിട്ടിരുന്ന അഭിമന്യുവിനെ വധിക്കാനായിട്ട് കൂട്ടുനിന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴൊന്നും ഇവൻ ഈ ധർമ്മബോധം ഇല്ലായിരുന്നോ? അതുപോലെ തന്നെ കുന്തിദേവി ചെന്ന് ഞാൻ അമ്മയാണെന്ന് പറഞ്ഞു. അതുപോലെ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഭഗവാൻ നിരത്തി ചെയ്തിട്ടുള്ള ധർമ്മിഷ്ഠനാണ്. ദാനം ഒക്കെ ഫെയിമിന് വേണ്ടിയിട്ട് ചെയ്ത ദാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഇവന് ഇതുപോലുള്ള മരണത്തിന് തീർച്ചയായിട്ടും അർഹനാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ഈ ആ സമയത്ത് എന്ത് ചെയ്തു, ബ്രഹ്മാസ്ത്രത്തെ ധ്യാനിക്കുന്നു. ആര്? നമ്മുടെ കർണൻ ബ്രഹ്മാസ്ത്രത്തെ ധ്യാനിക്കുന്നു. അപ്പം ബ്രഹ്മാസ്ത്രത്തെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സഹി കെടുന്ന ഒരു അവസാന സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് അല്ലേ? ബ്രഹ്മാസ്ത്രത്തെ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാസ്ത്രം പകുതി വഴി എത്തിയായിരുന്നു. പക്ഷെ അത് മുഴുമിക്കാൻ പറ്റിയില്ല. ആ മന്ത്രം മറന്നുപോയി അവിടെ വെച്ച്. പരശുരാമന്റെ ശാപം അവിടെ വെച്ചിട്ട് ഫലിച്ചു. ഗുരുവിന്റെ ശാപമല്ലേ, നന്നായിട്ട് ഫലിക്കുക ഉറപ്പല്ലേ? അങ്ങനെ എന്ത് ചെയ്തു, ആ സമയത്ത് അർജുനൻ മറുവസ്ത്രം ചെയ്ത് കർണനെ വധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഉചിതമായ സമയത്ത് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഗുരുകൃപ എന്ന് പറഞ്ഞ ഒരു സംഭവം ആവശ്യമാണ്. അപ്പം നമ്മളിവിടെ ഭാവാർത്ഥം വായിച്ചു. ക്ഷത്രിയർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റണമെന്നായിരുന്നു. ഏത് ശ്ലോകമാണ് നമ്മൾ വായിച്ചത്? നമ്മൾ 6 വായിച്ചു തീർത്തത്. 6 വായിച്ചത്? 6 6 വരെയാണ് പറഞ്ഞു. 4, 5, 6. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ, ഒരു അതെ സത്സംഗമുണ്ട്. ശരി നമ്മ ഹരേ കൃഷ്ണൻ. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താണ്, നമ്മൾ ഈ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന കപട നാട്യക്കാരുടെ അടുക്കലൊന്നും നമ്മൾ ഇന്ന് വീഴരുത്. അവരുടെയൊക്കെ അവസ്ഥ എന്താകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൃഷ്ണാവബോധത്തിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസിസ് വേണം, അടിത്തറ വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അതേപടി നമ്മൾ ഫോളോ ചെയ്യണം. കാര്യം ഇതാണ് ആത്യന്തികം എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളത് ഫോളോ ചെയ്തിട്ട് നമ്മൾ അതേപടി അനുസരിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? വളരെ വലിയ വലിയ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങളാണ് നമുക്ക് മുന്നോട്ട് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ അവിടെ ഇവിടെയും കാണുന്ന പൊട്ടലും ചീറ്റുകളിലൊക്കെ ശ്രദ്ധിക്കാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ എന്താണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ, ഹരി ബോൽ, സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കും.
പ്രഭു ഞാൻ പറയാം, എനിക്ക് ഇച്ചിരി ഇറങ്ങുകയും വേണം. എന്താന്ന് വെച്ചാല് എത്ര വലിയ യോഗിയാണെങ്കിലും ഇന്ദ്രിയങ്ങളുടെ പുറകെ ഇതിന്റെ ഒക്കെ പുറകെ പോയി കഴിഞ്ഞാൽ ഭഗവാൻ അതിനെ അഗ്നിക്കിരയാക്കും, ശമിപ്പിക്കും. ഇങ്ങനെ അവന്റെ അറിവ് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഹരി ബോൾ, ഹരേ കൃഷ്ണ. സുജന മാതാജി. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപിപ്പിച്ചിരിക്കേണ്ട വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപിപ്പിച്ചുകൊണ്ടിരുന്നവൻ സ്വയം ഭ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾ കപടി നാട്യക്കാരനായി തീരുന്നു. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കർമ്മം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ്. കർമ്മേന്ദ്രിയങ്ങൾ നിയന്ത്രിച്ച് നിർത്തിയാൽ പോലും മനസ്സ് നമുക്ക് അധീനമല്ലെങ്കിൽ ഭഗവാന്റെ നമുക്ക് ലഭിക്കില്ല. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാനും സാധിക്കില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിവി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാതെ നമുക്ക് ആ കർമ്മഫലത്തിനെ പേടിച്ചിട്ട് നമ്മൾ കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സും എപ്പോഴും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൃഷ്ണാവബോധത്തിലൂടെ ആണെങ്കിൽ നമ്മുടെ മനസ്സ് ചെയ്യുന്നതിനും പ്രവൃത്തികൾക്കും നല്ല പ്യൂരിറ്റി ഉണ്ടാവും. പിന്നെ അതുപോലെ അത് അതിന് കണക്ട് ആയിട്ട് വരുമ്പം വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കാതെ തന്നെ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയാണ്. അതിനെ ബുദ്ധിയോഗം. അതിനുവേണ്ടി അയാൾ ചെയ്യുന്നത് എത്ര തന്നെ ആയിരുന്നു ശരി, ഭഗവാന് അത് സ്വീകാര്യമായിരിക്കും. ഹരേ കൃഷ്ണ. ബുദ്ധിയോഗം അല്ലെങ്കിൽ കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ ബുദ്ധിയോഗമാണ്. വളരെ നല്ലൊരു പോയിന്റാണ് മാതാജി പറഞ്ഞത്. ഹരേ കൃഷ്ണ. മാധവി രാധ മാതാജി. സവിതാ മാതാജി. സവിതാ മാതാജി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാ കർമ്മങ്ങൾക്കും കർമ്മഫലമുണ്ട്. ഇപ്പൊ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ പുണ്യഫലം, പാപകർമ്മങ്ങൾ ചെയ്താൽ പാപഫലം. നമ്മള് പാപകർമ്മങ്ങൾ ചെയ്തു പാപഫലങ്ങൾ കിട്ടുമെന്ന് വെച്ചിട്ട് നമുക്ക് ആർക്കും കർമ്മം ചെയ്യാതിരിക്കാൻ ഈ കലിയുഗത്തിൽ സാധ്യമല്ല. അത് അനുവദനീയവുമല്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രഭു, ഒരു സംശയം എനിക്ക് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഏത് ആശ്രമത്തിൽ പെട്ടതാണെന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ ജന്മം കൊണ്ട് ജാതി കൊണ്ടല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അതെങ്ങനെയാ നമുക്കത് നമ്മള് മനസ്സിലാക്കാൻ കലിയുഗത്തില് പറ്റുന്നത്? നമ്മള് ഇപ്പോൾ നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ട് നമ്മള് എന്താണ് നമ്മളുടെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ നമ്മള് എന്താണ് നമ്മൾ ഈ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. കലിയുഗത്തിലുള്ളവരെല്ലാരും തന്നെ ശൂദ്രരാണെന്നാണ് പറയുന്നത് അല്ലേ? നമ്മളെല്ലാരും വേതനം ആഗ്രഹിച്ചിട്ട് ജോലി ചെയ്യുന്ന, അല്ലെ നമുക്കൊരു ബോസ് ഉണ്ട്, അല്ലെ ബോസിനെ സേവ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശൂദ്രരുടെ പണിയാണ് ചെയ്യുന്നത്. നമ്മൾ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിയും, അല്ലെ നമ്മൾ ഓരോ യജമാനന് സേവ ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന നമ്മൾ ഫ്രിഡ്ജിലൊക്കെ നമുക്കൊരു ജീവിക്കുന്ന ഒരു മോർച്ചറി നമ്മുടെ വീട്ടിലുണ്ട് അല്ലേ? 3 മണിക്കൂറിൽ കൂടിയ ആഹാര സാധനങ്ങൾ ഫ്രിഡ്ജിൽ ഇരുന്ന് നമ്മൾ ഒരാഴ്ച 3 മണിക്കൂർ ഭക്ഷണം പാചകം ചെയ്തതിനുള്ളിൽ കഴിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മൾ കഴിക്കുന്നത് 3 ആഴ്ചയൊക്കെ ഫ്രിഡ്ജ് വെച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഭക്ഷണ രീതി, അതുപോലെ തന്നെ നമ്മളുടെ പ്രവൃത്തി, നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഫെയിം കിട്ടണം, ഇതൊക്കെയുള്ള ക്ഷത്രിയരുടെയും വൈശ്യരുടെയും ശൂദ്രരുടെയും ക്വാളിറ്റീസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് രജസ് തമോ ഗുണങ്ങൾക്ക് നമ്മൾ അടിമയാണ് കൂടുതലും ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാർ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശൂദ്രരായിട്ടാണ് നമ്മൾ ജോലി. ഇപ്പം മാതാജി ജോലി ഇല്ലാത്ത ആളായതുകൊണ്ട്, എന്നാലും മാതാജി ഹസ്ബൻഡിനെ പരിചരിക്കുകയല്ലേ, ഹസ്ബൻഡിനെ കുട്ടികളെ എല്ലാം എന്താണ് ചെയ്യുന്നത്, പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജോലി ചെയ്യുകയാണ്. വേതനം മാതാജി കിട്ടിയില്ലെങ്കിലും മാതാജിയുടെ കർത്തവ്യമാണെങ്കിൽ അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഭർത്താവിന്റെ ആ ഒരു പൈസ എടുത്തിട്ടല്ലേ മാതാജി കഴിയുന്നത്. ഭർത്താവ് ചെയ്യുന്നത് എന്താണ്, മറ്റൊരാളെ സേവ ചെയ്യുകയാണ്. അപ്പൊ ശൂദ്രനായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ജോലിയാണ് മറ്റൊരാളുടെ വേതനം ആഗ്രഹിച്ച്. ഞാനും ഒക്കെ എന്താണ് വേതനം എടുത്ത് ജീവിക്കുന്ന ഒരാളാണ്.
പക്ഷെ നമുക്ക് കലിയുഗത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ശൂദ്രരാണെങ്കിൽ കൂടിയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെയും നമ്മളുടെ ഈ 3 ഗുണങ്ങളിൽ രജസ്തമോ ഗുണത്തിന് അടിമയാണെങ്കിൽ കൂടിയും നമുക്ക് എന്താണ് നമ്മളെ കൃഷ്ണാവബോധത്തിൽ കൂടെ ഒരാൾക്ക് ബ്രാഹ്മണനാകാൻ സാധിക്കും. നമ്മളിപ്പോ പറയുന്ന നമുക്ക് നാളെ ബ്രാഹ്മണനാണ്, ഞാൻ അമ്പലത്തിൽ കയറി പൂജ ചെയ്യാം, ആ ഒരു ഇതേ നിങ്ങൾ വിചാരിക്കരുത്. അതല്ല ബ്രാഹ്മണൻ. ഭഗവാൻ ഇഷ്ടമുള്ള ബ്രാഹ്മണൻ അതല്ല. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, മുമ്പേ നമ്മൾ ജ്ഞാനാംബിക മാതാജി കൊണ്ട് ആ ശ്ലോകമൊക്കെ ചെല്ലിച്ചായിരുന്നു. എന്തായിരുന്നു? നമോ ബ്രഹ്മണ്യ ദേവായ ഗോബ്രാഹ്മണ ഹിതായ ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഭഗവാന് ബ്രാഹ്മണരെയും പശുക്കളെയും വളരെയധികം ഇഷ്ടമാണെന്നാണ് ആ ശ്ലോകം പറയുന്നത് അല്ലെ. ജഗത്തിന്റെ മുഴുവനും ഹിതം മാത്രം, നല്ലത് മാത്രമാണ് ഗോവിന്ദൻ ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യുക. അപ്പൊ നമ്മൾ ബ്രാഹ്മണനാകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ടും ഗുണം, അതായത് അധികം ആഗ്രഹിക്കാതെ, വേതനം, അതായത് നമ്മൾ പിടിച്ചു പറിക്കാതിരിക്കുക, അങ്ങനെ വേതനം അധികം ആഗ്രഹിക്കാതെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രാഹ്മണി ക്വാളിറ്റീസിലേക്ക് പതുക്കെ പതുക്കെ എത്തിച്ചേരാൻ പറ്റും. കൃഷ്ണാബോധത്തിലുള്ള ആൾക്കാര് ബ്രാഹ്മണരെക്കാളും ഉയർന്ന തലത്തിലാണ്. വൈഷ്ണവർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെക്കാളും ഉയർന്ന തലത്തിലാണ് എന്ന് ഓക്കെ നമ്മൾ മനസ്സിലാക്കും. ഹരേ കൃഷ്ണ. ഓക്കെ ഹരേ ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ആരാണ്? ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി. മാതാജി ഇല്ല. ഹരേ മാതാജി കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞു ഹരേ മാതാജി. കൃഷ്ണ. അതായത് ഈ ഭൗതിക ലോകത്തില് ത്രിഗുണങ്ങൾക്ക് അധീനരായിട്ട് ജീവിക്കുന്ന എല്ലാവരും ഈ കലികാലത്ത് എല്ലാവരും ശൂദ്രരായിട്ടാണ് ജനിക്കുന്നത്. അപ്പം ശരിക്കും ശുദ്ധീകരണ ചടങ്ങുകൾ പ്രവർത്തനങ്ങളിലൂടെ ഉയരാനായിട്ടുള്ള ഒരു പടിപടിയായിട്ടുള്ള വഴിയുമുണ്ട്, നേരിട്ടുള്ള വഴിയുമുണ്ട്. അങ്ങനെ പടിപടിയായിട്ടുള്ള വഴിയാണ് ശരിക്കും കർമ്മയോഗവും അഷ്ടാംഗ യോഗവും ഒക്കെ പറയുന്നത്. എന്നാൽ കൃഷ്ണാവബോധത്തിൽ എത്തിയാൽ അത് നേരിട്ടുള്ള ശുദ്ധീകരണം, നേരിട്ടുള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും നിയത കർമ്മങ്ങൾ, സ്വധർമ്മ, അതിനാണ് വർണ്ണവ്യവസ്ഥിതിയും വർണ്ണാശ്രമ വ്യവസ്ഥിതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലൂടെ ശരിക്കും വന്നാല് നമ്മള് നമ്മുടെ ലക്ഷ്യത്തിലെത്തും. കൃഷ്ണാവബോധത്തിന് ശരിക്കും അതിലെത്തിച്ചേരാം. പക്ഷെ അത് അങ്ങനെ എത്താതെ ഈവൻ സന്യാസം വരെ സ്വീകരിച്ചാൽ പോലും അതൊന്നും ലക്ഷ്യത്തെ പ്രാപിപ്പിക്കില്ല. എന്നുവെച്ചാൽ പുറംമോണിക്ക് സന്യാസിയായിരുന്നാലും അന്തരംഗത്തിൽ യമനിയമങ്ങളൊന്നും പാലിക്കുന്നില്ല, മനസ്സുകൊണ്ട് ഇങ്ങനെ മറ്റ് രീതിയിൽ ചരിച്ചുകൊണ്ടിരുന്നാൽ ശരിക്കും മിഥ്യാചാരൻ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട്, എന്നാൽ കൃഷ്ണഭക്തർ അങ്ങനെയല്ല. ഭഗവാൻ എപ്പോഴും അവരെ, അതായത് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ഭഗവാൻ 10 സ്റ്റെപ്പ് ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്ന പോലെ ഭഗവാന്റെ മായാശക്തിയിൽ നമ്മൾ പെട്ടുപോകാതെ നമ്മളെ നേരിട്ട് ഭക്തിയോഗത്തിലേക്ക് എത്തിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. മാതാജി മുഴുവൻ സമ്മറി പറഞ്ഞു ഇന്നടുത്ത 3 ശ്ലോകങ്ങളിലെ. താങ്ക് യു മാതാജി. കൃഷ്ണകുമാരി മാതാജി. ഒരാൾ അവരോട് നിയത കർമ്മങ്ങൾ ചെയ്യാതെ നമ്മൾ സന്യാസത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ പോലും നമുക്ക് കർമ്മഫലങ്ങൾ അനുഭവിക്കാതെ പറ്റില്ല. സന്യാസം സ്വീകരിച്ചാൽ പോലും നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കണം, നമ്മുടെ നിയത കർമ്മങ്ങളെല്ലാം. സന്യാസം നമുക്ക് പറഞ്ഞിട്ടേ ഉള്ളതല്ല മാതാജി. അങ്ങനെ സന്യാസി ആകുവാണെങ്കിൽ കർമ്മം ഒന്നും ചെയ്യണ്ട, നമ്മൾ പോയി സന്യാസി ആയിരുന്നാൽ മതിയില്ലേ എന്നൊരു ധാരണയുണ്ട്, തെറ്റിദ്ധാരണ കലിയുഗത്തിലുള്ളവർക്കൊക്കെ. എന്ത് കർമ്മം ചെയ്താലും അതിന് ഫലമുണ്ട് അല്ലേ. നല്ലതും ചെയ്യാൻ വയ്യ, മോശവും ചെയ്യാൻ വയ്യല്ല, പിന്നെ എന്താണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു കർമ്മം ചെയ്തായിരുന്നാലോ, അല്ലെങ്കിൽ പോയി സന്യാസി ആയാലോ. ആ രീതിയിൽ ഒരു സന്യാസി ആയിട്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും അടക്കാൻ സാധിക്കാതെ മനസ്സെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വിഷയങ്ങളുടെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ സന്യാസിയായിട്ട് എന്തു ഫലം? ഇതാണ് മാതാജി ശ്ലോകങ്ങളുടെ കാമ്പ്. ഹരി ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അപ്പം എല്ലാവരും പറ്റുന്നവരൊക്കെ തന്നെ ഇതുപോലെ തന്നെ രഥയാത്രയ്ക്ക് പങ്കെടുക്കുക ഞായറാഴ്ചയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സേവ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ചെയ്യുക.
ഹരി ബോൾ. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. വാഞ്ചാകൽപത രൂപശ്ച കൃപാസിന്ധുഭ്യവച പദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കീ ജായ്.